لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. പെരുന്നാളിൻ്റെ ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ ഫضൽ കൊണ്ട് തൗഫീഖ് കൊണ്ട് നമ്മുടെ പഠനത്തിലേക്കും ക്ലാസ്സുകളിലേക്കൊക്കെ നമ്മൾ തിരിച്ചു വന്നു. അൽഹംദുലില്ലാ. സഫീർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ലാ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ സീറ ചരിത്രം പറയുന്ന അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അർ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന കിതാബിൽ പെരുന്നാളിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ച ആ ഭാഗത്തിൽ നിന്ന് തുടർന്നുകൊണ്ട് ബൈഅത്തുൽ അഖബത്തി സാനിയ, മദീനയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി വന്ന സഹാബികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ കഴിഞ്ഞ വർഷത്തിൽ അവരുമായി കണ്ടുമുട്ടുകയും ഹജ്ജിന് വരുന്ന ആളുകളോടും മറ്റും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിലുമൊക്കെ ചെന്ന് അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ഈ ദഅവത്തുമായി ആളുകളെ സമീപിക്കലുണ്ടായിരുന്നു. അതിന് സഹായികളും അതിനോട് സഹകരിക്കുന്നവരും ഈ ദഅവത്ത് സ്വീകരിക്കുന്നവരുമായ ആളുകളാവണമെന്ന് പറഞ്ഞ് അവരോട് അതിലേക്ക് ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലുണ്ടായിരുന്നു. ദുന്യാവിലുള്ള സ്ഥാനമാനങ്ങളും സമ്പത്തും അധികാരങ്ങളും സ്വാധീനങ്ങളുമുള്ള ആളുകൾ പലവരും കൈയൊഴിഞ്ഞപ്പോൾ മദീനക്കാരായ കർഷകരായ ദരിദ്രരായ പ്രത്യേകിച്ച് യുവാക്കളായ ആളുകൾ ഈ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ ആ ഹജ്ജിന് വന്ന സമയത്ത് അവർ പ്രവാചകനുമായി കണ്ടുമുട്ടുകയും ദഅവത്തിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും അവരത് സ്വീകരിക്കാൻ തയ്യാറാവുകയും അവരുടെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ദീനിനെ കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കൃത്യമായി വ്യക്തമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ദാഇയെ, ഒരു പ്രബോധകനെ, ഒരു പ്രതിനിധിയെ അവരുടെ കൂടെ അയച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം അവരുടെ കൂടെ മക്കയിലുണ്ടായിരുന്ന സ്വഹാബിയുടെ കൂട്ടത്തിലുള്ള സുന്ദരനും സുമുഖനുമായ ഒരു യുവാവിനെ പറഞ്ഞയച്ചു. എന്തായിരുന്നു ആ യുവാവിൻ്റെ പേര്? അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്? ഏറ്റവും ആദ്യം ഉത്തരം പറയാം അറിയുന്നവർ. ധൈര്യത്തോടു കൂടെ പറയാം. കുട്ടികൾ പറഞ്ഞോളൂ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആ യുവാവിനെയാണ് അവരുടെ കൂടെ ദഅവത്തിന് വേണ്ടി മദീനയിലേക്ക് പറഞ്ഞയച്ചത്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് വയസ്സും പ്രായമുണ്ട് എന്ന് കരുതി, താടിമുടി നിരച്ചു എന്ന് കരുതി, ഒരുപാട് സമ്പത്തുണ്ട് എന്ന് കരുതി, ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് വലിയവനാണ് എന്ന് കരുതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ആദരിച്ചു കൊള്ളണമെന്നില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ദീനുൽ ഇസ്ലാമിൽ യുവാക്കൾ ചെയ്ത പല സേവനങ്ങളും അല്ലാഹു അവൻ്റെ റസൂലും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം അല്ലാഹു എടുത്തു പറഞ്ഞത് യുവാക്കളായിരുന്നവർ. ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു എന്നുള്ളത്. യുവാക്കളായിരുന്നു. യുവാക്കൾക്ക് ദീനുൽ ഇസ്ലാമിൽ എന്തെന്നില്ലാത്ത ബഹുമാനം ആദരവുമുണ്ട്. ഒരു നാട്ടിൽ പ്രായം ചെന്ന ആളുകൾ, കാരണവന്മാർ, കാര്യപ്പെട്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലക്കനത്തോടുകൂടെ അഹങ്കാരത്തോടുകൂടെ നടക്കുന്ന ആളുകൾക്ക് ഇത്രയും കാലം പഠിച്ചതാണ്, ഇത്രയും കാലം മനസ്സിലാക്കിയ ദീനി എന്ന് അവർ പറഞ്ഞുകൊണ്ട് അവകാശപ്പെട്ട് ആവേശപ്പെട്ട് പോകുമ്പോൾ സത്യം ഇന്നതാണ് എന്ന് യുവാക്കൾ മനസ്സിലാക്കിയാൽ, അതിനുവേണ്ടി യുവാക്കൾ പണിയെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനത്തെ ആദരിക്കുകയും അവർക്ക് അല്ലാഹു ബഹുമാനവും ആദരവും നിലനിൽപ്പും പ്രതാപവും ഉയർച്ചയും നൽകും എന്നുള്ളതാണ്. ഈ പറയുന്ന അൻസാരികൾ കർഷകരായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈത്തപ്പന തോട്ടങ്ങളിൽ കൃഷി ചെയ്യുന്നവർ. അങ്ങനെ ആ ഈത്തപ്പഴ മരങ്ങളിൽ കായ്കനികളും അതിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ദുഷ്ടരും നീചരുമായ അന്നും ഇന്നും അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് വിധേയരായ ജൂതന്മാർ ഈ വിഭവങ്ങൾ ചതിയിൽ കൂടെ വഞ്ചനയിൽ കൂടെ കൊണ്ടുപോകുന്നവരായിരുന്നു. ആ മിസ്കീന്മാർ, പാവങ്ങളായ ദരിദ്രരായ ആ യുവാക്കൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദഅവത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിനെ സ്വീകരിക്കാനും അതിന് സഹായികളും താങ്ങും തണലുമായി നിൽക്കാനുള്ള തൗഫീഖ് നൽകിയത്. സുബ്ഹാനല്ലാഹ്. അൻസാറുകൾ, അല്ലാഹുവിൻ്റെ റസൂലിനെയും അല്ലാഹുവിൻ്റെ ദീനിനെയും സഹായിച്ച ആളുകൾ. അങ്ങനെ ഹിജ്റ 13-ാമത്തെ വർഷത്തിൽ അങ്ങനെ അവർ പോയി മുസ്അബ് റളിയല്ലാഹുവിനെ ദഅവത്ത് നടത്തിയതിൻ്റെ ഫലമായി കൊണ്ട് മദീനയിലുണ്ടായിരുന്ന ഓരോ വീട്ടിലും 1-2 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചവരായി. പിറ്റേ വർഷം ഹജ്ജിന് വരുന്ന സമയത്ത് 70-ൽ ചില്ലാനം ആളുകൾ വന്നിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദർസുകളിൽ കൂടെ പറഞ്ഞ് ഫി മൗസിമിൽ ഹജ്ജി ഫി സനത്തി സാലിസത അശറ മിനൻ നുബുവ, നുബുവത്തിൻ്റെ 13-ാമത്തെ വർഷത്തിൽ ഹജ്ജിൻ്റെ സീസണിൽ സമയത്ത്
ഇംഗ്ലീഷ് വർഷം അദ്ദേഹം ഷെയ്ഖ് പറയുന്നു 622 കൊല്ലത്തിൽ എന്നുള്ളത്. ഹളർ അലി അദാഇ മനാസിക്കിൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് വന്നു. ബിളഉൻ വസബഊന നഫ്സൻ മിനൽ മുസ്ലിമീൻ മിൻ അഹ്ലി യസ്രിബ്, മദീനക്കാരായ 70 ചില്ലാനം ആളുകൾ. ബിള് എന്ന് പറയുന്ന അറബി വാക്ക് 1 മുതലോ അതല്ലെങ്കിൽ 3 മുതൽ 9 വരെയൊക്കെയുള്ള സംഖ്യകൾക്കാണ് ബിള് എന്ന് പറയും. അപ്പോൾ ഇതിൽ 70 ചില്ലാനം എന്ന് പറഞ്ഞാൽ 75 ആവാം, 6 ആവാം, 7, 8, 9 വരെയുള്ള സംഖ്യകളുള്ള ആളുകൾ വന്നു. കഴിഞ്ഞ വർഷത്തേക്കുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുതൽ. മുശ്രിക്കീങ്ങളെന്ന് ഹജ്ജ് ചെയ്യലുണ്ടായിരുന്നു, ഹജ്ജിന് വരലുണ്ടായിരുന്നു. ആ മദീനയിൽ നിന്ന് ഹജ്ജിന് വരുന്ന മുശ്രിക്കീങ്ങളുടെ ആ ഗ്രൂപ്പിലായിട്ടാണ് ഇവരും ഹജ്ജിന് വന്നത്. അങ്ങനെയായിരുന്നു കാര്യങ്ങളെന്നുണ്ടായിരുന്നത്. ഇവരും അങ്ങനെ വന്നു. വഖത്ത് തസാഅല ഹഉലാഇൽ മുസ്ലിമൂന ഫീമാ ബൈനഹും, ഹജ്ജിന് വേണ്ടി മദീനക്കാരായ ഈ മുസ്ലിമീങ്ങൾ ഈ പറയുന്ന കൂട്ടത്തിൽ വരുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമായിരുന്നു. വഹും ലം യസാലു ഫി യസ്രിബ്, അവർ മദീനയിലുള്ള സമയത്ത് തന്നെ. അതേപോലെ ഔ ഖാനു ഫി ത്വരീഖ്, അതേപോലെ മക്കയിലേക്ക് വരുന്ന ആ യാത്ര വഴിയിൽ വെച്ചും അവർ പരസ്പരം ചോദിക്കുമായിരുന്നു. ഹത്താ മതാ നത്റുകു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതുവരെയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മളിങ്ങനെ ഒഴിച്ചുവിടുന്നത്? യതൂഫു, ലോകത്തിലുള്ള ഹജ്ജ് മക്കയിലേക്ക് വരുന്ന ആളുകളുടെ സദസ്സുകളിലേക്കും മറ്റും വന്നുകൊണ്ട് ചുറ്റിക്കറങ്ങി നടക്കുന്ന അവസ്ഥയിൽ. വയുത്തുറാദ്, അതേപോലെ തന്നെ ആളുകളൊന്നും ഈ ദഅവത്ത് സ്വീകരിക്കാതെ ആട്ടി അകറ്റപ്പെടുന്ന ഈ അവസ്ഥയിൽ. അങ്ങനെയായിരുന്നു. ആരും ഈ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറാവാതെ ആളുകളോട് ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും പ്രവാചകനെ അവരുടെ സദസ്സിൽ നിന്ന് ത്വായിഫിൽ നിന്നൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടു. ഫി ജിബാലി മക്ക വയഖാഫ്, മക്ക പർവ്വതങ്ങളുടെ ഇടയിൽ കൂടെ, അവിടെയുള്ള മരുഭൂമിയിൽ കൂടെ, അങ്ങനെ ആളുകളെ ഭയപ്പെട്ടുകൊണ്ട് ദഅവത്തിന് ആളുകൾ സ്വീകരിക്കാതെ സഹായിക്കാനില്ലാതെ ഏതുവരെ റസൂൽ നമ്മൾ ഒഴിവാക്കുക? എങ്ങനെയെങ്കിലും കഴിവിൻ്റെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറയുന്ന ജിജ്ഞാസ, അത് അവർ പരസ്പരം പങ്കുവെക്കലുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഫലമ്മാ ഖദിമു മക്കത്ത, അവർ മക്കയിൽ വന്നു, ഹാജിമാർ വന്നു. ജറത്ത് ബൈനഹും വബൈന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിസ്വാലാത്തുൻ സിർരിയ, പ്രവാചകനറിയാം ഹജ്ജിൻ്റെ സമയത്ത് ഇവർ വരുന്നുള്ളത്, കഴിഞ്ഞ വർഷം വന്നവരാണ്. അതിൻ്റെ ഇടയിലും തന്നെ ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആളുകളുടെ സംസാരം കാര്യങ്ങൾ പോക്കുവരവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഹജ്ജിന് വരുന്ന സമയത്ത് കാണണം, നമുക്ക് സംസാരിക്കണം എന്ന് പറയുന്ന അപ്പോൾ രഹസ്യമായ ചില ഇത്തിസാലാത്തുകൾ, ചില ബന്ധങ്ങൾ, വിവരങ്ങളും കാര്യങ്ങളും കൈമാറൽ ഉണ്ടായി. ഇവർ മക്കയിൽ വന്ന സമയത്ത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടു. രഹസ്യമായിട്ട് അവരുടെ കൂടെയുള്ള മുശ്രിക്കീങ്ങൾ ഈ സംഭവം അറിയൂല, മക്കയിലുള്ളവരറിയാതെ രഹസ്യമായിട്ട്. അദ്ദത് ഇല ഇത്തിഫാഖിൽ ഫരീഖൈനി അലാ അൻ യജ്തമിഉ ഫി ഔസതി അയ്യാമി തശ്രീഖി ഫി ശിഅബി അല്ലദി ഇൻദൽ അഖബ ഹൈസുൽ ജംറത്തിൽ ഊലാ മിൻ മിനാ. അങ്ങനെ അവർ ഒരു തീരുമാനത്തിലെത്തിയത്, രഹസ്യമായിട്ടുള്ള തീരുമാനം, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ 11, 12, 13 എന്ന് പറയുന്ന അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിലുള്ള അതിൻ്റെ മധ്യത്തിൽ അഥവാ 12ന്റെ രാത്രിയിൽ മിനയിലുള്ള ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ആ വലിയ ജംറയുടെ അടുത്ത്, അവിടെയുള്ള ആ പ്രദേശത്ത് ആളുകളില്ലാത്ത സ്ഥലത്ത് വെച്ച് രാത്രി സമയത്ത് പൂർണ്ണമായ രഹസ്യമായി മുശ്രിക്കീങ്ങൾ, മദീനക്കാരായ മുശ്രിക്കീങ്ങൾ, മക്കക്കാരായ മുശ്രിക്കീങ്ങൾ, മറ്റുള്ളവരുമാരും അറിയാതെ പൂർണ്ണ രഹസ്യ സ്വഭാവത്തിൽ രാത്രി സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് സംസാരിക്കണം. ഈ ഒരു തീരുമാനത്തിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവരം കൊടുത്തു. അയ്യാമു തശ്രീഖ് ആളുകൾ ചിലരൊക്കെ ഹജ്ജ് കഴിഞ്ഞ് പോയിട്ടുണ്ടാകും, പോകുന്നുണ്ടാകും, അതിൻ്റെ തിരക്കിലായിരിക്കും, മറ്റുള്ള ഷുഗലുകളും ചിന്തകളും ഉണ്ടാകൂല, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്ന തിരക്കുകളിലായിരിക്കും. അപ്പോൾ ആ അയ്യാമു തശ്രീഖിൻ്റെ 12 രാത്രി സമയത്ത് മിനയിലുള്ള ജംറത്തുൽ അഖബ, വലിയ ജംറ നിങ്ങൾക്കറിയുന്നവർ ഹജ്ജിന് പോയവർക്ക്, അതിൻ്റെ അടുത്ത് വെച്ച് രാത്രി സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടണം എന്ന് അവർ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഹജ്ജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വൽനത്റുക് അഹദ ഖാദത്തിൽ അൻസാരി, ഈ പറയുന്ന മദീനയിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രമുഖനായ സഹാബി തന്നെ ആ സംഭവം നമുക്ക് വിവരിച്ചു തരട്ടെ. ഷെയ്ഖ് പറയാണ്, ചരിത്രപരമായി ഈ ഒരുമിച്ച് കൂടൽ, ഈ ഒരു മീറ്റിംഗ്, അല്ലദീ ഹവ്വല മജ്റൽ അയ്യാമി ഫീ സിറാഇൽ വഥനിയ്യത്തി വൽ ഇസ്ലാം, വിഗ്രഹ ആരാധനയുടെയും ഇസ്ലാമിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ആ സംഘടനകൾ, ഏറ്റുമുട്ടലുകൾ, അതിൽ ചരിത്രത്തിൻ്റെ ഗതികളെ, കാലങ്ങളുടെ ദിവസങ്ങളുടെ സഞ്ചാരത്തെ മാറ്റിമറിച്ച ഒരുമിച്ച് കൂടൽ, ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. കഅബ് ഇബ്നു മാലിക്കുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്.
അദ്ദേഹം പറയാണ്, ഖറജ്നാ ഇലൽ ഹജ്ജ്, ഞങ്ങൾ ഹജ്ജിന് വേണ്ടി മദീനയിൽ പുറപ്പെട്ടു. വവാഅദ്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വവാഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അഖബത്തി മിൻ ഔസതി അയ്യാമിത് തശ്രീഖ്. അയ്യാമുത് തശ്രീഖിന്റെ മധ്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ 12ന്റെ ആ ദിവസത്തിൽ അവിടെ വെച്ച് നമുക്ക് ഒരുമിച്ച് കൂടാ, അഖബയിൽ വെച്ച് ഒരുമിച്ച് കൂടാ എന്ന് പ്രവാചകൻ അങ്ങോട്ട് വാഗ്ദാനം ചെയ്തു. വക്കാനത്തിൽ ലൈലത്തുല്ലത്തി വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഒരുമിച്ച് കൂടാ എന്നാണ് അത് പറഞ്ഞിരുന്നത്. വമാന അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാമിൻ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ കൂടെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഹറാം എന്ന് പറയുന്നത് സയ്യിദും മിൻ സാദാത്തിന, മദീനക്കാരായ ഞങ്ങളുടെ ഇടയിലുള്ള പ്രമുഖനായ ഒരു നേതാവാണ്. വശരീഫും മിൻ അഷ്റാഫിന, പ്രമുഖനായ ആദരണീയനായ വ്യക്തിത്വമാണ്. അഖദ്നാഹു മാന, ഞങ്ങളെ കൂടെ അദ്ദേഹത്തിന് ഞങ്ങൾ കൂട്ടിയിരുന്നു ഈ യാത്രയിൽ. അദ്ദേഹം മുശ്രിക്കാണ് ആ സമയത്തൊക്കെ, ഹജ്ജിന് വരുന്ന സമയത്തൊക്കെ. വകുന്നാ നക്തുമു മൻ മഅനാ മിൻ ഖൗമിനാ മിൽ മുശ്രിക്കീന അംറനാ, ഞങ്ങളുടെ കൂടെ മദീനയിൽ നിന്ന് ഹജ്ജിന് വന്നിരുന്ന ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റു മുശ്രിക്കീങ്ങളോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിരുന്നു. അവരോട് ആരോടും ഈ വിവരം പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഹറാം മുശ്രിക്കാണെങ്കിലും ഒരു മാന്യതയും ഒരു പക്വതയും ഒരു തന്റേടവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഫകല്ലംനാഹു, അദ്ദേഹത്തിനോട് ഞങ്ങൾ വിവരം പറഞ്ഞു. മറ്റു മുശ്രിക്കീങ്ങളോടൊന്നും പറഞ്ഞില്ല. ചില ആളുകളെ പറ്റൂല, ചില ആളുകൾ മുശ്രിക്കീങ്ങൾ കുഫാറുകളാണെങ്കിലും സത്യം മനസ്സിലാക്കി കേട്ട് സ്വീകരിക്കാനുള്ള പക്വത കാണിക്കുന്നവരുണ്ട് മനുഷ്യന്മാർ പലരും പല രൂപത്തിൽ. അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു. വഖുൽനാ ലഹു, ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഹറാമിനോട് പറഞ്ഞു, യാ അബാ ജാബിർ, ജാബിറിന്റെ പിതാവായ അബ്ദുല്ലാഹി ഇബ്നു ഹറാമിന്റെ മകനായ ജാബിർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ഹറാമിന്റെ ചരിത്രം അത് നമ്മൾ കേൾക്കേണ്ടതാണ്. ഒരു പക്ഷേ ഇതിൽ വരുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് 9 പെൺമക്കൾ ഉണ്ടായിരുന്നു. 9 പെൺമക്കൾ. ആകെ ഒരൊറ്റ മകൻ ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു മകൻ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന്റെ സംഭവങ്ങൾ അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു മകനോട് പറഞ്ഞു, ജാബിറിനെ വിളിച്ചിട്ട് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഉഹദ് യുദ്ധത്തിൽ പോകാൻ താല്പര്യമുണ്ടായിരുന്നു, യുവാവായിരുന്നു. പിതാവിനും പോകാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഹറാം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിന് പോകാൻ താല്പര്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് വിളംബരം ചെയ്യുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുകയാണ്. എന്ന് മാത്രമല്ല, ഞാൻ ആ യുദ്ധത്തിൽ പോയാൽ അവിടെ വെച്ച് ഷഹീദാകും, മരണപ്പെടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തിരിച്ചു വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മക്കളാണെങ്കിൽ 9 പെൺമക്കൾ എനിക്കുണ്ട്, നീ ഒരു മകൻ മാത്രമേ എനിക്ക് ആണായിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ മരണത്തിൻ്റെ ശേഷം ഞാൻ മരണപ്പെട്ട് അവിടുന്ന് ഷഹീദായി തിരിച്ചു വരാത്തൊരു ഘട്ടം വരികയാണെങ്കിൽ ഈ പെൺമക്കളെ കാര്യം ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഭദ്രമായി ചെയ്ത് സംരക്ഷിച്ച് അവരെ നീ ഏറ്റെടുക്കണം. എൻ്റെ ശേഷം അവരെ നീ കൈയൊഴിയരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് മറ്റുള്ളവരുടെ കൂടെ പോയി. അവിടെ വെച്ച് അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. ഷഹീദായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനൊക്കെ അവിടെ വെച്ച് ഷഹീദായി. 10-70 ആളുകൾ കൊല്ലപ്പെട്ടതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം അവിടെ വഫാത്തായി എന്ന് കേട്ടപ്പോൾ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ അവരടുത്ത് ചെന്ന് കരയാൻ തുടങ്ങി. വിലപിക്കാനും വ്യസനം കൊണ്ട് സങ്കടം കൊണ്ട് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കരഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇവർക്ക് നേരിട്ട് കൊടുക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ആ മൃതശരീരത്തിന് ഒട്ടകത്തിൻ്റെ പുറത്ത് ചുമന്നുകൊണ്ട് അവർ ബഖീഇലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ ശുഹദാക്കളാണ്, അവർ എവിടെ വെച്ച് മരണപ്പെട്ടുവോ അവിടെയാണ് അവരെ മറമാടേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ഉഹദിൻ്റെ പരിസരത്തിൽ അവിടെ അവരെ മറമാടപ്പെട്ടു. ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന 9 സഹോദരിമാരുണ്ട്. അവരുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു വിവാഹം ചെയ്തു. വിവാഹം ചെയ്തത് മറ്റുള്ള ആളുകൾ വിവാഹം കഴിച്ച് മൊഴി ചൊല്ലുകയോ മരണപ്പെടുകയോ ചെയ്ത ഒരു വിധവയായ പ്രായം ചെന്നൊരു സ്ത്രീയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അദ്ദേഹം വിവാഹം കഴിച്ചതിന് ശേഷം വന്നു. അദ്ദേഹം വിവാഹം കഴിച്ച വിവരം പ്രവാചകൻ അറിഞ്ഞപ്പോൾ ചോദിച്ചു, അസയ്യിബൻ തസവ്വജത അം ബിക്റൻ, കന്യകയെയാണോ നീ വിവാഹം കഴിച്ചത്, അതല്ല ഒരു വിധവയായ മറ്റു ആളുകൾ വിവാഹം കഴിച്ചത് പ്രായം? അദ്ദേഹം പറഞ്ഞു, ഞാൻ സയ്യിബായ ഒരു സ്ത്രീയാണ്, കുറച്ച് പ്രായം പക്വതയും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ പിതാവ് എന്നോട് ഇങ്ങനൊരു വസിയത്ത് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരിമാരെ പോലത്തെ പ്രായമുള്ള ഒരു പെണ്ണിനെ ഞാനും കെട്ടിക്കൊണ്ടുവന്ന് ഭാര്യയായി കൊണ്ടുവന്നാൽ അവരുടെ കാര്യങ്ങളും സംരക്ഷണങ്ങളും ഏറ്റെടുക്കാൻ അത് നോക്കി നടത്താൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് കുറച്ച് പ്രായവും പക്വതയും ഒക്കെ ഉള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ടായിരുന്നു. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രമുഖനാണ്, ആദരണീയനാണ്, ബഹുമാനം കാര്യമൊക്കെയുള്ള ആളാണ്.
അതുകൊണ്ട് വഇന്നാ നർഗബു ബിക അമ്മാ അൻത ഫീഹി അൻ തകൂന ഹതബൻ ലിന്നാരി ഗദൻ, നിങ്ങൾ ഈ പറയുന്ന ശിർക്കും കാര്യമായിട്ട് പോകുകയാണെങ്കിൽ നാളെ നിങ്ങൾ മരണത്തിൻ്റെ ശേഷം നരകത്തിൻ്റെ വറകാകാൻ പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദർശം ഒഴിവാക്കണം, ഈ ഇസ്ലാം എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ വരണം, ഞങ്ങൾ നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സുമ്മ ദഅൗനാഹു ഇലൽ ഇസ്ലാം, അദ്ദേഹത്തിനെ ഞങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. വഅഖ്ബർനാഹു ബിമിആദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാന അൽ അഖബ, അയ്യാമു തശ്രീഖിന്റെ 12ന്റെ രാത്രി ജംറത്തുൽ അഖബയുടെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിനോട് പറഞ്ഞു. ഖാല ഫഅസ്ലം, അദ്ദേഹം ആ സ്പോട്ടിൽ വെച്ച് സ്ഥലത്ത് വെച്ചു ഇസ്ലാം സ്വീകരിച്ചു. നല്ല തൻ്റെ ഇടമുള്ള മനുഷ്യനായിരുന്നു, സത്യം അത് കിട്ടിയ സമയത്ത് സ്വീകരിക്കാൻ തയ്യാറുള്ള വ്യക്തിത്വമായിരുന്നു. അങ്ങനെ വശഹിദ മഅന അൽ അഖബ, മുശ്രിക്കായി ഹജ്ജിന് വന്നു. ഹജ്ജ് കഴിയാൻ സമയത്ത് മുസ്ലിമായി ആദരണീയനായി അദ്ദേഹം ഞങ്ങളോടുകൂടെ മഹത്തായ ആ സംഭാഷണത്തിൽ, ആ ഒത്തുകൂടലിൽ ഞങ്ങളെ കൂടെ പങ്കെടുത്തു. വക്കാന നഖീബൻ, ആ ആൾക്കൂട്ടത്തിൽ അവർക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്തുള്ള ആളായിരുന്നു അദ്ദേഹം. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫനിംനാ തിൽക്കൽ ലൈലത മഅ ഖൗമിനാ ഫീ റിഹാലിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്ന മുശ്രിക്കുകളുടെ കൂടെ ഞങ്ങളുടെ ടെന്റുകളിൽ, ആ താമസ സ്ഥലങ്ങളിൽ ആ രാത്രി ഞങ്ങളും കടന്നു. ഹത്താ ഇദാ മളാ സുലുസുൽ ലൈൽ, രാത്രിയുടെ 1/3 പോയപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് സുന്ദരമായി ഉറങ്ങുന്ന സമയത്ത് ഖറജ്നാ മിൻ റിഹാലിനാ, ഞങ്ങളുടെ ആ ടെന്റുകളിൽ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ലിമിആദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലുമായി വാഗ്ദാനം ചെയ്ത, കരാർ ചെയ്ത ആ സമയത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി. നതസല്ലലു തസല്ലുലൽ ഖിത്തി മുസ്തഖിഫീൻ, മറഞ്ഞവരായിട്ട് പൂച്ചകളൊക്കെ വീടുകളിലും മറ്റും ഒളിഞ്ഞു കിടക്കുന്നത് പോലത്തെ ഒരു രൂപത്തിൽ, മറ്റുള്ളവരറിയാതെ ആരും ശ്രദ്ധിക്കാതെ വളരെ അതീവ രഹസ്യമായി ഓരോരുത്തർ ടെന്റുകളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ ഹത്തജ്തമഅനാ ഫി ശിഅബി, പ്രവാചകനോട് ഞങ്ങൾ പറഞ്ഞതുപോലെ ആ ചെരുവിൽ, ആ താഴ്വാരത്ത് അഖബയുടെ അടുത്ത് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരുമിച്ചുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഞങ്ങൾ അവിടെ ഒരുമിച്ചുകൂടി. വനഹനു 73 റജുലൻ, 73 പുരുഷന്മാരുണ്ട്. വംറഅതാനി മിൻ നിസാഇന, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നാട്ടിലുള്ള 2 സ്ത്രീകൾ, മുഅ്മിനാത്തുകളായ സാലിഹാത്തുകളായ 2 സ്ത്രീകളുമുണ്ട്. ചില പെണ്ണുങ്ങൾക്ക് ഇതുപോലത്തെ ആദരവും ബഹുമാനവും ലഭിക്കുന്നത് കണ്ടോ. അവരിൽപ്പെട്ട ഒരു സ്ത്രീ നുസൈബത്തു ബിൻതു കഅബിൻ, ഉമ്മു ഇമാറ എന്ന കുന്യത്തിൽ അറിയപ്പെട്ടിരുന്ന ബനു മാസിൻ ബിൻ നജ്ജാർ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഒരാൾ. അസ്മാ ബിൻതു അംരിൻ, ഉമ്മു മുനിയ എന്നുള്ള കുഞ്ഞത്ത് കൊണ്ട് അറിയപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹ ബനി സലമ ഗോത്രത്തിൽപ്പെട്ട ഭർത്താക്കന്മാരുടെ കൂടെ. ദീനിൽ ചില സ്ത്രീകളൊക്കെ, പുരുഷന്മാർ ഇസ്ലാം സ്വീകരിച്ചു, ദീന് സ്വീകരിച്ചപ്പോൾ അവരെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്കൊക്കെ ഒഴിഞ്ഞു പോയ മുശ്രിക്കാത്തുകളായി പരാജയപ്പെട്ടു പോയ സ്ത്രീകളുണ്ട് മക്കയിലും മദീനയിലുമൊക്കെ. ഈ 2 സ്ത്രീകൾ ബഹുമാന ആദരവുള്ള സദസ്സിൽ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദഅവത്ത് സ്വീകരിച്ച് പ്രവാചകനെ മദീനയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോകാൻ ചർച്ച ചെയ്യുന്ന ചർച്ചയുടെ ആ സദസ്സിൽ പങ്കെടുക്കാനുള്ള ആദരവ് അവർക്കും ലഭിച്ചു എന്നുള്ളത്. ഫജ്തമഅനാ ഫി ശിഅബി, അങ്ങനെ ആ താഴ്വാരത്തിൽ ഞങ്ങൾ ഒരുമിച്ചുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് ഹത്താ ജാഅനാ, അള്ളാഹുവിൻ്റെ റസൂൽ ആ സദസ്സിൽ വന്നു രാത്രി സമയത്ത്. റസൂലിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിർസ് നോക്കണം, പറഞ്ഞ കൃത്യമായ സമയത്ത് ആ സ്ഥലത്ത് വന്നു. വമഅഹു അമ്മുഹു അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ കൂടെ അവിടുത്തെ പുത്രവ്യനായ അബൂ താലിബ് മരണപ്പെട്ടതിന് ശേഷം പിന്നെ പ്രവാചകന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. വഹുവ യൗമൈദിൻ അലാ ദീനി ഖൗമി, അന്ന് അദ്ദേഹം ശിർക്കിലാണ്, ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. പക്ഷെ കുടുംബപരമായിട്ടുള്ള ഒരു സംരക്ഷണം, ആ ഒരു സൂക്ഷ്മതയും ശ്രദ്ധയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് അവിടെ നിന്നുണ്ടായിരുന്നു. ഇല്ലാ അന്നഹു അഹബ്ബ അൻ യഹ്ദുറ അംറ ബിൻ അഖി, തൻ്റെ സഹോദരൻ്റെ മകൻ്റെ കാര്യത്തിൽ മറ്റൊരു നാട്ടുകാരുമായി ചർച്ച ചെയ്യാണ്, ഏകദേശം അങ്ങോട്ട് പോകാനുള്ളൊരു തീരുമാനങ്ങളാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇത് വല്ല അപകടമാണോ, അവർ ചതിക്കുവോ വല്ല ഉപദ്രവം ഉണ്ടാക്കുവോ എന്ന് നോക്കാൻ വേണ്ടി, ആദർശത്തിൻ്റെ പേരിലല്ല, കുടുംബത്തിൻ്റെ പേരിൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഭദ്രമായി ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി. വകാന അവ്വലു മുതകല്ലിമിൻ, ആ സദസ്സിൽ വെച്ച് ഏറ്റവും ആദ്യം സംസാരിച്ചത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ വബഅദ അൻ തകാമലൽ മജ്ലിസ്, ആ സദസ്സ് ഒരുമിച്ച് കൂടി എല്ലാവരും പങ്കെടുത്തു, ഹാജരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ബദഅത്തിൽ മുഹാദസാതു ലിഇബ്റാമി തഹാലുഫി ദീനി വൽ അസ്കരി, മതപരമായ സൈനികമായ ഭാവിയിൽ ദീനിൻ്റെയും ഈ പറയുന്ന ഉമ്മത്തിൻ്റെയും സൈനികമായ കാര്യങ്ങൾ, ആ ഒരു സഖ്യം, ആ ഒരു ഒത്തൊരുമ, അത് ആ കരാർ പറഞ്ഞു മുറിയാൻ വേണ്ടിയിട്ടുള്ള സംസാരങ്ങൾ ആരംഭിച്ചു.
വകാന അവ്വലുൽ മുതകല്ലിമീന ഹുവൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഏറ്റവും ആദ്യം അദ്ദേഹമാണ് സംസാരിച്ചത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് നിന്നുകൊണ്ട്, പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. തകല്ലമ, അദ്ദേഹം സംസാരിച്ചു. ലിയശ്റഹ ലഹും, മദീനക്കാർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി. ബികുല്ലി സറാഹത്തിൻ, വളരെ വ്യക്തമായ ശൈലിയിൽ, ഒന്നും പൊളിച്ചു മറച്ചു വെക്കാതെ, രഹസ്യമായിട്ട് വെക്കാതെ, കാര്യങ്ങൾ കൃത്യമായി അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ. ബികുല്ലി സറാഹ ഖുതൂറത്തൽ മസ്ഊലിയത്തില്ലത്തി സതുൽഖാ അലാ കവാഹിലിഹിം നതീജത്തൻ ലിഹാദ തഹാലുഫ്. ഈ പ്രവാചകന് സഹായിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ഈ ഒരു കരാറും ഈ ഒരു പറയുന്ന സന്ധി സംഭാഷണങ്ങളും അതിൻ്റെ പിന്നിൽ ഈ ഒരു ഐക്യവും അതിൻ്റെ പിന്നിൽ മദീനക്കാരായ നിങ്ങൾ ഏൽക്കാനും സഹിക്കാനും പോകുന്ന അപകടകരമായ അതിൻ്റെ ഉത്തരവാദിത്വം, അപകടകരമായ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏൽക്കാൻ പോകുന്നത് മദീനക്കാരെ. ഇദ്ദേഹം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്തും അന്ന് ലോകത്തുള്ള ആളുകൾ മുഴുവനും അതിനെ തിരസ്കരിക്കുന്ന സമയമാണ്. സ്വീകരിക്കാൻ ആളില്ലാത്ത ആളുകൾ അവർ മനസ്സിലാക്കിയ ആദർശത്തിന് വിരുദ്ധമായ ആദർശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. മക്കക്കാർ ശത്രുക്കളാണ്, തായിഫിലുള്ളവർ ശത്രുക്കളാണ്. ഹജ്ജിന് വരുന്ന ഓരോ നാട്ടുകാരും ഗോത്രങ്ങളോടും ചോദിക്കുമ്പോൾ അവരൊക്കെ ശത്രുപക്ഷത്ത്. നിങ്ങൾ ഈ ദരിദ്രരായ സാമ്പത്തിക സാമൂഹികമായ കഴിവും പ്രാപ്തിയുമില്ലാത്ത പ്രത്യേകിച്ച് കുറച്ച് യുവാക്കളെക്കുറിച്ച് പല പ്രായം ചെന്ന ആളുകളും പറയുന്നത് ചോരത്തളപ്പിൻ്റെ ഊക്കൊണ്ട് തൻ്റെ ഇടമില്ലാത്ത, പക്വതയില്ലാത്ത. അങ്ങനെ ചില യുവാക്കൾ തൻ്റെ ഇടവും പക്വതയും കാര്യബോധവുമുള്ളവരായിരിക്കും. ചില യുവാക്കൾ തീവ്രവാദികളായി, ഖവാരിജുകളായി സ്വപ്നലോകത്ത് ജീവിക്കുന്നവരുണ്ടാകും. രണ്ടും ഉണ്ടാകും, രണ്ട് രൂപത്തിലും ഉണ്ടാകും. അപ്പം ഏതാണെങ്കിലും നിങ്ങൾ ഈ പ്രവാചകനെ മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ വളരെ അപകടകരമായ ഒരു ഉത്തരവാദിത്തത്തിന് ബാധ്യതയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. കയ്യണ പണിയെടുത്താൽ മതി, കഴിയുന്ന ഇബാദത്ത് ചെയ്താൽ മതി. ഇതാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാതലായ പോയിന്റ്. അതാണ് സംസാരത്തിൽ. അദ്ദേഹം സംസാരം തുടങ്ങുകയാണ്. ഖാല യാ മഅ്ശറൽ ഖസ്റജ്. മദീനക്കാർ ഔസ് ഖസ്റജ് ഉണ്ടെങ്കിലും പൊതുവിൽ മക്കക്കാരവരെ മൊത്തത്തിൽ ഖസ്റജ് എന്നുള്ള പേരിലാണ് പറയൽ. ഖസ്റജ് സമൂഹമേ, മദീനക്കാരെ, ഇന്ന മുഹമ്മദൻ മിന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഞങ്ങളടുത്ത് ഹൈസു ഖദ് അലിംതു, നിങ്ങൾ അറിയുന്നത് പോലത്തെ രക്ഷയും സുരക്ഷയും ആദരവും പരിഗണനയും അംഗീകാരവും ഉള്ള ആളാണ്. കുടുംബപരമായിട്ട് നാട്ടുകാരൊക്കെ എതിർക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ അവൻ്റെ സ്ഥാനം ഇതാണ്. വഖദ് മനഅനാഹു മിൻ ഖൗമിന, ഞങ്ങളുടെ ജനങ്ങൾ ഖുറൈശികളിൽ നിന്ന് അവനെ ഞങ്ങൾ സംരക്ഷിച്ച് അവനെ ഞങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. മിമ്മൻ ഹുവ അലാ മിസ്ലി റഈനാ ഫി, ഞങ്ങളെപ്പോലത്തെ ശിർക്കും കാര്യമുള്ള ആളുകളെ, ആ പറയുന്ന ആളുകളിന് പൂർണ്ണ സംരക്ഷണം ഞങ്ങൾ ഇവന് കൊടുത്തിട്ടുണ്ട്. അബൂ താലിബൊക്കെ സംരക്ഷിച്ച് നമ്മൾ കേട്ടതാണ്. ഫഹുവ ഫീ ഇസ്സിൻ മിൻ ഖൗമി, അവൻ്റെ ജനങ്ങളിൽ വളരെ പ്രതാപിയായിട്ടാണ് അവൻ കഴിഞ്ഞു പോകുന്നത്. വമൻഅത്തിൻ ഫീ ബലദിഹി, ഈ നാട്ടിൽ അവന് പൂർണ്ണ സുരക്ഷയുമുണ്ട്. ആരും അവൻ ആക്രമിക്കാൻ വരൂല, ഞങ്ങളതിനെ അനുവദിക്കൂല. ആളുണ്ട്, അർത്ഥമുണ്ട്. വഇന്നഹു ഖദ് അബ, പക്ഷെ അവൻ വിസമ്മതിച്ചത് ഇല്ലൽ ഇൻഹിയാസ ഇലൈക്കും, നിങ്ങളടുത്തേക്ക് വരണം എന്നുള്ളതാണ്. വല്ലുഹൂഖ ബിക്കും, നിങ്ങളോട് ചേർന്ന് ജീവിക്കണം എന്നുള്ളത്. ഇവിടെ നിൽക്കണ്ട, മദീന മക്കത്ത് വേണ്ട. മക്ക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശമാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കാൻ കഴിയൂല എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ താല്പര്യമില്ല. അന്ന് ലോകത്തിൽ പേരും പ്രശസ്തിയും അംഗീകാരവും കാലാവസ്ഥയും സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത മലമ്പനിയുള്ള ദാരിദ്ര്യമുള്ള ജൂതന്മാരെ കൊണ്ടുള്ള പൊറുതിമുട്ടിയ യസ്രിബ് എന്ന പേരിൽ അറിയപ്പെട്ട അവിടെ പോയാൽ മതി. സ്വന്തം നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് കഴിയൂല എന്നുണ്ടെങ്കിൽ ആ നാട് അവനെ സംബന്ധിച്ച് ഒന്നുമല്ല. ആ നാട്ടിൽ അവൻ നിൽക്കുന്നതിന് അർത്ഥവും. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആദർശത്തിന് വേണ്ടി പോയതങ്ങനെ. മക്ക കൊള്ള അപേക്ഷ നോക്കുകയാണെങ്കിൽ മദീന 10 പൈസക്കല്ല അന്നത്തെ ഒരു നിലക്കും ഒരു വിഷയത്തിലും കാലാവസ്ഥ പോലും അനുയോജ്യമല്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ അവൻ വിസമ്മതിക്കാണ്, നിങ്ങളടുത്തേക്ക് പോരണം, നിങ്ങളെ കൂടെ ജീവിക്കണം എന്നാണ് അവൻ്റെ നിർബന്ധം. പിടിവാശിയതാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അതുകൊണ്ട് ഫഇൻ കുൻതും തറൗന അന്നകും വാഫൂന ലഹു ബിമാ ദഅഉതുഹും ഇലൈ, അവനെ ക്ഷണിച്ചു വിളിച്ചു കൊണ്ടുപോകുന്ന കാര്യം പൂർണ്ണമായി നിങ്ങൾ നിർവഹിക്കും എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ, വമാനിഉഹു മിമ്മൻ ഖാലഫഹു, അവന് വിരുദ്ധമായ ആളുകളിൽ നിന്ന് അവന് പൂർണ്ണമായ സംരക്ഷണം പ്രതിരോധം നിങ്ങൾ തീർക്കുമെന്നുണ്ടെങ്കിൽ, ഫഅൻതും വമാ തഹമ്മൽതും മിൻ ദാലിക്, നിങ്ങൾ ഏറ്റെടുത്തത് നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി, നമുക്ക് വിഷയമൊന്നുമില്ല, നമുക്ക് വിരോധമില്ല. ഇനി വഇൻ കുൻതും തറൗന അന്നകും മുസ്ലിമൂഹു വഖാദിലൂഹു ബഅദൽ ഖുറൂജി ബിഹി ഇലൈക്കും, നിങ്ങളെ അടുത്തേക്ക് വന്നു, മക്കത്തുനിന്ന് പോന്നു, അതിൻ്റെ ശേഷം നിങ്ങൾ അവനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും,
അവൻ ആവശ്യമുള്ള സമയത്ത് സഹായം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല എന്നുണ്ടെങ്കിൽ ഫമിനൽ ആന ഫദഉ, ഇപ്പം തന്നെ ഒഴിവാക്കിക്കളി, ഇപ്പം തന്നെ നിങ്ങൾ അവനെ ഒഴിവാക്കിക്കളി, അവനെ നമ്മൾ നോക്കിക്കോളാം, അവന് വേണ്ട ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളത്. ഫഇന്നഹു ഫി ഇസ്സത്തിൻ വമൻഅത്തിൻ മിൻ ഖൗമിഹി വബലദിഹി, അവൻ്റെ നാട്ടുകാരിൽ, അവൻ്റെ ജനങ്ങളുടെ ഇടയിൽ, അവൻ്റെ ഈ നാട്ടിൽ അവൻ പൂർണ്ണമായ പ്രതാപവും അവന് സുരക്ഷയുമുണ്ട് എന്ന് പറഞ്ഞു. വ്യക്തമായി കാര്യങ്ങളുടെ ഗൗരവം അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്ക് വിവരിച്ചു കൊടുത്തു. തുറന്നട് പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽനാ ലഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഖദ് സമിഅനാ മാ ഖുൽത്, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കേട്ടു. ഫതകല്ലം യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ നിങ്ങൾ സംസാരിക്കുക, എന്താണ് വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. കണ്ടോ, സഹാബികൾ, അൻസാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെയാണ് അവരാവശ്യപ്പെടുന്നത്. അബ്ബാസ് പ്രമുഖനാണ്, ഖുറൈശി പ്രമുഖനാണ്, ആദരണീയനാണ്, വളരെ വെട്ടിത്തുറന്ന കാര്യങ്ങൾ തുറന്ന് പറഞ്ഞും ചെയ്തു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കേൾക്കേണ്ടത് റസൂലുള്ളാഹിന്റെ വാക്കാണ്, നിങ്ങളതല്ല. നിങ്ങളത് കേട്ടു, ശരിയാണ്. ഫഖുദ് ലിനഫ്സിക വലിറബ്ബിക മാ അഹ്ബബ്ത, അല്ലാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്കും അല്ലാഹുവിനും അല്ലാഹുവിൻ്റെ ദീനും എന്താണോ ആവശ്യം നിങ്ങളത് എടുത്തോളി, ഞങ്ങളോട് പറഞ്ഞോളി. കഴിഞ്ഞ സമയത്തുള്ള സദസ്സുകളിലൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. വഹാദൽ ജവാബു യദുല്ലു അലാ മാ കാനു അലൈഹി മിൻ അസ്മിൻ വതസ്മീമിൻ വശജാ. അൻസാരികൾ അബ്ബാസ് റളിയല്ലാഹുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് റസൂലിനോട് ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൃഢനിശ്ചയത്തോടെ, അറുത്തുമുറിച്ച തീരുമാനത്തോടെ, പൂർണ്ണമായ ധീരതയോട് കൂടെയായിരുന്നു അൻസാരികളായ യുവാക്കൾ അല്ലാഹുവിൻ്റെ റസൂലിനെ ക്ഷണിച്ചതും വിളിച്ചതും എന്നുള്ളതിൻ്റെ മേലെ തെളിവാണ്. അവർ പൂർണ്ണ വിശ്വാസവും നിഷ്കളങ്കതയും ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനു വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അള്ളാഹും റസൂലും എന്താണോ ആവശ്യപ്പെടുന്നത് അത് പൂർണ്ണമായി നൽകാൻ ഞങ്ങൾ അതിനൊരുക്കമാണ്, തയ്യാറാണ്. ഞങ്ങളാൽ കഴിയുന്ന നിലക്കുള്ള എല്ലാ ശ്രമം നടത്തും. അതിൽ സത്യസന്ധതയും നിഷ്കളങ്കതയും അവർ പുലർത്തി എന്നുള്ളത് അൻസാരികൾ. വതഹമ്മുലി അവാഖിബിഹ അൽ ഖതീർ, അപകടകരമായ അതിൻ്റെ ഭവിഷ്യത്ത് സഹിക്കാൻ, ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ശേഷം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ശേഷം റിവായത്തിൽ അത് വരുന്നുണ്ട് റസൂൽ എന്ത് പറഞ്ഞു എന്നുള്ളത്. അങ്ങനെ പിന്നെ ആ കരാറ് അവിടെ വെച്ച് തീരുമാനിച്ചു എന്നുള്ളത്. അവിടെ വെച്ചുണ്ടായിരുന്ന കരാറ് പ്രവാചകൻ അവരോട് ആവശ്യപ്പെട്ട ഉപാധികൾ ശേഷം പറയുന്ന കാര്യങ്ങളായിരുന്നു എന്നുള്ളത്. വഖദ് റവൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അൻ ജാബിറിൻ മുഫസ്സല, ജാബിർ റളിയല്ലാഹു അൻഹു ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് വിശദീകരിച്ച് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അലാ മാ നുബായിഉക, എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ നിങ്ങളോട് കരാറ് ചെയ്യേണ്ടത്, എന്താ ഞങ്ങൾ പാലിക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലസ്സംഇ വത്ത്വാഅത്തി ഫിന്നശാത്തി വൽ കസൽ, നിങ്ങൾക്ക് ഉന്മേഷമുള്ള സമയത്തും നിങ്ങൾക്ക് ക്ഷീണോ അലസതേ മുഷിപ്പോ മടുപ്പോ ഉള്ള സമയത്താണെങ്കിലും എന്ത് പറഞ്ഞു അത് കേൾക്കാൻ തയ്യാറാവണം, എന്ത് കൽപ്പിച്ചു അതിൽ അനുസരിക്കാനും തയ്യാറാവണം. ഒരു മുസ്ലിമായ മനുഷ്യൻ, വ്യക്തി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അള്ളാഹുവിനോടും റസൂലിനോടും നമുക്കുള്ള സമീപനം ഇതായിരിക്കണം എന്നുള്ളത്. നമുക്ക് ഉന്മേഷം ആവേശമാണ്. ചില സമയത്ത് ആദർശത്തിൻ്റെ കാര്യത്തിൽ ആവേശം വരും, ഉന്മേഷം ഉണ്ടാവും. ചില സമയം നമുക്കൊരു മടുപ്പ് തോന്നും, ചില സമയത്ത് നമുക്കൊരു മുഷിപ്പ് തോന്നും, ക്ഷീണം തോന്നും. ഏത് സമയത്ത് വിളിച്ചാലും അത് വിളി കേൾക്കാൻ തയ്യാറാവണം, എന്ത് കൽപ്പിച്ചാലും അനുസരിക്കാനും തയ്യാറാവണം. എനിക്ക് പറ്റുമ്പോൾ, തോന്നുമ്പോൾ, നമുക്ക് അനുകൂലമാണെങ്കിൽ, നമുക്ക് പറ്റിയതാണെങ്കിൽ ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഫിൽ മൻഷത്തി വൽ മക്റഹ് എന്നാണ് ഹദീസിൽ മറ്റു റിവായത്തുകൾ. നമുക്ക് ഉന്മേഷമുള്ള സമയത്തും വെറുപ്പുള്ള സമയത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിലേക്ക് സഹാബത്തിനെ ക്ഷണിച്ചു. അവരതിന് പോകാൻ തയ്യാറായി പൂർണ്ണ മനസ്സോടെ. അങ്ങനെ ഉഹദ് യുദ്ധം കഴിഞ്ഞ സമയത്ത് 10-70ഓളം വരുന്ന സഹാബികൾ കൊല്ലപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക്, പ്രവാചകനടക്കം ഒരുപാട് മുറിവുകളും പ്രയാസങ്ങളും നേരിട്ടു. അങ്ങനെ പിന്നെ അങ്ങനത്തെ ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ട് മനുഷ്യർ വീട്ടിൽ പോയിട്ട് കടന്നുറങ്ങാനും വിശ്രമിക്കാനും പരിചരിക്കാനാണ് ആവശ്യപ്പെടുക, അതിനാണ് ആഗ്രഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, മക്കയിൽ പോയ മുശ്രിക്കീങ്ങളെ പിന്തുടർന്നുകൊണ്ട് അവരെ അന്വേഷിച്ച് പോകാൻ എൻ്റെ കൂടെ യുദ്ധത്തിന് പോകുന്ന ആളുകൾ മാത്രം വരിയെന്ന് പറഞ്ഞപ്പോൾ മുറിവും ചതവും ഒടിവും ഇതൊക്കെ ഉള്ള സഹാബികൾ ഒരു വിമർശനവുമില്ലാതെ പ്രവാചകൻ്റെ കൂടെ മക്കയിലേക്ക് മുശ്രിക്കീങ്ങളെ പിന്നിൽ അവരെ ആട്ടി അവരന്വേഷിച്ചു കൊണ്ടുപോയി എന്നുള്ളത്. അവർക്ക് ക്ഷീണമുണ്ട്, അവർക്ക് വിഷമുണ്ട്, അവർക്ക് മുറിവുകളുണ്ട്, വേദനകളുണ്ട്. ഇത്ര വലിയ ഈമാനിൻ്റെ ആളുകളും വക്താക്കളുമായിരുന്നവർ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചു. ഇതായിരുന്നു അതിൽപ്പെട്ട ഒരു ഉപാധി. വഅലൻ നഫഖത്തി ഫിൽ ഉസ്രി വൽ യുസ്ർ, നിങ്ങൾക്ക് പ്രയാസമുള്ള സമയമാണെങ്കിലും, നിങ്ങൾക്കൊക്കെ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കാൻ വേണ്ടി പറയുമ്പോൾ ലുബ്ധതയും പിശുക്കത്തരവും കാണിക്കാതെ ഉള്ളതുപോലെ ചെലവാക്കാൻ തയ്യാറാവണം. ഇതാണ് മറ്റൊരു ഉപാധി. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന സമ്പത്തിൽ നിന്ന്
ഒരു പക്ഷേ സമ്പത്ത് വിശാലമായതുണ്ടാകും, ധനികരായിരിക്കും, ചിലപ്പോൾ ദരിദ്രരായിരിക്കും. ഉള്ളതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കേണ്ടി വന്ന യുദ്ധത്തിൻ്റെ ഘട്ടങ്ങളിലും മറ്റുമൊക്കെ ചെലവാക്കാൻ വേണ്ടി പറഞ്ഞാൽ ചെലവാക്കാൻ തയ്യാറാവണം. അവിടെ ലുബ്ധതയും പിശുക്കത്തരും കാണിക്കരുതേന്ന്. വഅലൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കണം. തെറ്റായ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അതിനെ എതിർക്കാൻ തയ്യാറാവണം. അതിനൊക്കെ അതിൻ്റെതായ ഉപാധികളും കാര്യങ്ങളുണ്ട്. ഭീഷണിയൊന്നുമില്ലാതെ, അതല്ലെങ്കിൽ പ്രകോപനങ്ങളില്ലാതെ അതിൻ്റെ നിബന്ധനകളൊക്കെ ഉണ്ട്. ഏതാണെങ്കിലും നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കാൻ തയ്യാറാവണം. തെറ്റ് കാണുകയാണെങ്കിൽ ന്യായീകരിക്കാനോ സഹകരിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി കണ്ണു ചിമ്പാനോ പോകാതെ അതിന് തയ്യാറാവണം. മറ്റൊരു ഉപാധിയാണ് വഅല അൻ തഖൂമു ഫില്ലാഹി ലാ തഅഖുദുകും ഫില്ലാഹി ലൗമത ലായിം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ അതൊരിക്കലും നിങ്ങളെ പിടികൂടരുതേന്ന്. നാട്ടുകാരെന്താ പറയുക, കുടുംബക്കാരെന്താ പറയുക, വേറുള്ളവരെന്താ പറയുക, നമ്മളിപ്പോൾ ഇങ്ങനെ സെൽഫികളായാലും നമ്മളിപ്പോൾ ഇങ്ങനെ പോയാൽ വേറുള്ളവർക്കില്ല. അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എവനെങ്കിലും എതിർക്കുക, വിമർശിക്കുക, കുറ്റപ്പെടുത്തുക, ആക്ഷേപിക്കുക, അത് നിങ്ങളെ പിടികൂടന്നെ ചെയ്യരുതേ, അവിടേക്ക് തിരിഞ്ഞു നോക്കരുതേ. ഇതാണ് മറ്റൊരു ഉപാധി. വഅല അൻ തൻസുറൂനി ഇദാ ഖദിംതു ഇലൈക്കും, നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ മദീനയിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കണം. മനുഷ്യനാണ്, ആദ്യഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആവശ്യങ്ങളുള്ള സമയങ്ങളുണ്ടാകും. അപ്പോൾ എന്നെ സഹായിക്കണം. വതംനഊനി, നിങ്ങൾ എനിക്ക് പ്രതിരോധം സൃഷ്ടിക്കണം. മിമ്മാ തംനഊന മിൻഹു അൻഫുസകും വഅസ്വാജകും വഅബ്നാഅകും, നിങ്ങളുടെ ശരീരങ്ങൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾ എങ്ങനെ സംരക്ഷണം, പ്രതിരോധം, ശത്രുക്കളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് അത് നിങ്ങൾ ഉണ്ടാക്കുന്ന സംരക്ഷണം നൽകുന്നുവോ അതുപോലത്തെ സഹായം, സംരക്ഷണം നിങ്ങൾ എനിക്കും നൽകണം. ശത്രുക്കൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ട് വെറുപ്പും എതിർപ്പുള്ള ആളുകളുണ്ടാകും. അവിടെ ചെന്ന് നിങ്ങൾ എന്നെ കൈയൊഴിയരുതേ, അവഹേളിക്കരുതേ. മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. അത് നിർബന്ധമാണ്, അത്യാവശ്യമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിൻ്റെ പേരിൽ നിങ്ങളുടെ ഭാഗത്ത് സഹായങ്ങൾ ആവശ്യമാണ്. വലക്കുമുൽ ജന്ന, ഈ ഉപാധികളൊക്കെ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അത് കൃത്യമായി നിങ്ങൾ പാലിച്ചു, ഇഖ്ലാസോടെ സിദ്ഖോടെ അള്ളാഹുവിൻ്റെ തൃപ്തി സവാബ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും. അല്ല ഞാൻ എന്തെങ്കിലും തരും, സ്ഥാനമാനങ്ങൾ തരും, അധികാരം തരും, പിന്നീട് മന്ത്രിസ്ഥാനം തരും, വാർല തരും, എന്നിട്ട് തന്നില്ലെങ്കിൽ പുറത്താകും, ഈ പറയുന്നതും വലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, അള്ളാഹു നിങ്ങൾക്കത് പ്രതിഫലം തരും എന്ന്. കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മറ്റൊരു റിവായത്തിൽ പിന്നെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മഹുള്ള പറയാണ്, അൽ ബനദുൽ അഖീറു ഫഖത്ത് മിൻ ഹാദിഹിൽ ബുനൂദ് ഫഫീഹി, അവസാനത്തെ ഉപാധി ശേഷം പറയുന്നത് കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ആദ്യം അത് എന്താണ് സംസാരം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫതലൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തു. വദഅ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിച്ചു. വറഗബ ഫിൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാമിൻ്റെ മഹാസിനുകളും നന്മകളും അത് സ്വീകരിച്ചാൽ അതിന് കൊണ്ടുള്ള നേട്ടങ്ങളും ഈ ലോകത്തും പരലോകത്തും അതിലൊക്കെ അവർക്ക് ആശ വരുന്ന നിലക്കുള്ള, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലക്കുള്ള ഉപദേശങ്ങൾ നൽകി. പിന്നീട് അതിൻ്റെ ശേഷം പ്രവാചകൻ അവരോട് പറഞ്ഞു, ഉബായിഉക്കും, ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്യാണ്. അലാ അൻ തംനഊനി മിമ്മാ തംനഊന മിൻഹു നിസാഅക്കും വഅബ്നാഅക്കും, നിങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ നിങ്ങൾ എന്നെ സംരക്ഷിക്കണം, എനിക്കും പ്രതിരോധം സൃഷ്ടിക്കണം, അത് നൽകണം എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഫഅഖദൽ ബറാഉ ബിൻ മഅറൂരിൻ ബിയദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബറാഉ ബിൻ മഅറൂർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ആവേശം കൊണ്ട് ദീനുൽ ഇസ്ലാമിലേക്കുള്ള മുസാബഖ, അതിലേക്കുള്ള വേഗതയിൽ കൂടെ അതിലേക്ക് മുൻകടക്കുക. സഹാബി അത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനിട്ട് പിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നഅം വല്ലദീ ബഅസക ബിൽ ഹഖ്. മറ്റുള്ളവരൊക്കെ ഉണ്ട്, 10-73 ആളുകളുണ്ട്. അവരൊന്നും പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ സത്യം കൊണ്ട് അയച്ച അള്ളാഹുവാണ് സത്യം, ഈ ഉപാധികൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറാണ്. വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ്യൻ, പ്രവാചകനായിട്ട് അള്ളാഹു നിങ്ങൾ അയച്ച അള്ളാഹുവാണ് സത്യം. ലനംനഅന്നക മിമ്മാ നംനഉ ഉസൂറനാ മിൻഹു, ഞങ്ങളുടെ ഭാര്യ, കുട്ടികളെ, സന്താനങ്ങളെ, കുടുംബത്തിന് ഏതൊക്കെ നിലക്ക് ഞങ്ങൾ സഹായിക്കും, സംരക്ഷിക്കുമോ അതേപോലെ ഞങ്ങൾ നിങ്ങളെയും സംരക്ഷിക്കാൻ തയ്യാറാണ്, നിങ്ങൾക്ക് പ്രതിരോധമുണ്ടാകും ഞങ്ങളുടെ ഭാഗത്തിൽ. അങ്ങനെ ഫബായിഅനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളോട് ബൈഅത്ത് ചെയ്യും, ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ പൂർത്തിയായി നിർവഹിക്കാൻ തയ്യാറാണ്. ഫനഹ്നു വല്ലാഹി അഹ്ലു ഹർബിൻ അബ്നാഉൽ ഹർബ്, ഞങ്ങൾ യുദ്ധത്തിൻ്റെ മക്കളാണ്, ആയുധമെടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. നിങ്ങളെ ഉപദ്രവിക്കാനോ ആക്രമിക്കാനോ വരുന്ന ആളുകളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വ അഹ്ലുൽ ഹൽഖത്തി വറസ്നാഹു കാബിറൻ അൻ കാബിർ, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതുമാണ്. കാരണം എന്നും യുദ്ധ, ഔസ് ഖസറജ് എന്നും യുദ്ധമാണ്. അവർക്ക് യുദ്ധം ഒരു പുത്തിരിയല്ല, ആയുധമെടുക്കൽ അവർക്ക് പുത്തിരിയല്ല.
മുറിവാകലും വെട്ടും കുത്തും അവരെ സംബന്ധിച്ചൊരു പുതുമയുള്ള കാര്യമല്ല. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ഫഅതറദൽ ഖൗല വൽ ബറാഉ യുകല്ലിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബറാഅ റളിയല്ലാഹു അൻഹു റസൂലിനോട് ആവേശകരമായ നിലയ്ക്ക് ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ കയറി പറഞ്ഞു അബുൽ ഹൈസം ഇബ്നു തയ്യിഹാൻ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിണ്ടായോ, അദ്ദേഹം അതിന്റെ ഇടയിൽ പറഞ്ഞു. ഇടയിൽ മറ്റാൾ സംസാരം പൂർത്തിയാക്കുന്നതിന് ഇടയിൽ കയറി പറഞ്ഞു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ബൈനന, ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. നിങ്ങളോട് നമ്മൾ ബയ്യത്ത് ചെയ്തു, നിങ്ങൾ നമ്മളോടും ബയ്യത്ത് ചെയ്തു, ഇവിടുന്ന് സ്നേഹത്തിലേക്കോട് പോയി, പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്. ഇതിനെ ഇടയിൽ കയറി പറഞ്ഞു, ഇന്ന ബൈനന വ ബൈനർ റിജാലി ഹിബാലൻ, ഞങ്ങൾ അവിടെ മദീനയിലുള്ള ജൂതന്മാരാണ്. ആ ജൂതന്മാർ ഞങ്ങൾ തമ്മിൽ ചില കരാറുകളിലുമാണ്. ഒരു വലിയ ചതിയന്മാരും വഞ്ചകന്മാരുമാണ് ജൂതന്മാർ. അലൈഹിം ലഅഇനുള്ള. മുസ്ലിമീങ്ങളെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയും കഷ്ടപ്പെടുത്തുകയും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി മറ്റ് കുഫാർ മുജ്രിമീങ്ങൾ കൂടെ നിന്ന് അതിനു വേണ്ടുന്ന കൗശലങ്ങളും കുറുക്കുവഴികളും കുതന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ കുഫാർ മുജ്രിമീങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപകോപം ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു അവൻ്റെ അതികഠിനമായ ശിക്ഷ കൊണ്ട് അവരെ പിടികൂടുകയും ചെയ്യുമാറാവട്ടെ. തൗഹീദും സുന്നത്തിലുമായി ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പീഡനം സഹിക്കുന്നുണ്ടെങ്കിലും കുഫാർ ഫുജാറുകളിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് എത്രയും വേഗത്തിൽ അവർക്ക് രക്ഷയും സംരക്ഷണവും അഭയം നൽകുമാറാവട്ടെ. കുഫാറുകളുടെ ചതി വഞ്ചനകൾ അള്ളാഹു അവരുടെ നെഞ്ഞുകളിലേക്ക് അടിച്ച് തിരിച്ചു വിടുകയും ചെയ്യുമാറാവട്ടെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളും മദീനയിലുള്ള ജൂതന്മാരും തമ്മിൽ ചില കരാറുകളിലാണ്. വ ഇന്ന ഖാത്തിഉഹ, നിങ്ങൾ മദീനയിലേക്ക് വരികയാണെങ്കിൽ പിന്നെ ആ കരാറ് ഞങ്ങൾ മുറിക്കാൻ പോകുകയാണ്. ഓരോരുത്തർ ഒരു ബന്ധവുമില്ല. ബറാഅത്ത് പ്രഖ്യാപിക്കാൻ ആ ജൂതന്മാരുമായിട്ട് ഞങ്ങൾക്ക് പിന്നെ ഒരു ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫഹൽ അസൈത ഇൻ നഹനു ഫഅൽനാ ദാലിക്, അവരുമായുള്ള കരാറ് മുറിച്ചു, ഞങ്ങൾ അവരോടുള്ള ബറാഅത്ത് പ്രഖ്യാപിച്ചു. അവർ വേറെയാണ്, ഞങ്ങൾ വേറെയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനിടെ വന്നു. അങ്ങനെ പിന്നെ സുമ്മ അൽഹറകല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് വിജയം തന്നു എന്ന് വെക്കുക. അങ്ങനെ വിജയം തന്നാൽ അൻ തർജിഅ ഇലാ ഖൗമിക വതദഉന, നിങ്ങൾ നേരെ മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോയി ഞങ്ങളെ ഈ ജൂതന്മാരെ അടുത്ത് നിങ്ങൾ ഒഴിവാക്കും ചെയ്യോ. സഹാബി ഇപ്പം ആ മനുഷ്യ സഹജമായിട്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു ഉത്കണ്ഠ. ഇപ്പം ഈ ജൂതന്മാരുമായ ഒരു കരാറും സ്വസ്ഥതയിൽ അങ്ങനെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് വിജയം സംരക്ഷണം കാര്യമൊക്കെ കിട്ടിയ ആൾ മർത്തമൊക്കെ ആയാൽ നിങ്ങൾ നേരെ മക്കയിലേക്ക് മടങ്ങിപ്പോന്നും ചെയ്തു, ഞങ്ങളെ പിന്നെ ഈ ജൂതന്മാരുടെ അടിയിൽ നിങ്ങൾ ഒഴിവാക്കും ചെയ്യുമോ? അതൊന്ന് പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിച്ചു. സുമ്മ ഖാല, പിന്നെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബൽ അദ്ദമുദ്ദം വൽ ഹദ്മുൽ ഹദ്ം, ചോരക്ക് ചോര പൊളിക്കലിന് പൊളിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്തം ചിന്താൻ ആരെങ്കിലും വന്നാൽ ഞാൻ നിങ്ങളെ കൂടെ അവിടെ ഉണ്ടാകും. എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങളുണ്ടാകും. എൻ്റെ ഭവനമോ എൻ്റെ ആദർശമോ തകർക്കാനോ പൊളിക്കാനോ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഉപദ്രവിക്കാനോ തകർക്കാനോ ആരെങ്കിലും വരികയാണെങ്കിൽ അവിടെ എൻ്റെ കൈ അവിടെ ഉണ്ടാകും. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദഅവത്തുമായിട്ട് വന്ന സമയത്ത് പല നാട്ടുരാജ്യങ്ങളിലുള്ള ആളുകളും ഭരണാധികാരികളും അദ്ദേഹത്തിനെ അവിടെ നിന്ന് പുറത്താക്കി. അവസാനം മുഹമ്മദ് ബിൻ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ദുർഇയ്യയിലുണ്ടായിരുന്ന ആ ഭരണാധികാരിയുടെ അടുത്ത് എത്തിപ്പെടുകയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ദഅവത്തും കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് സംസാരിച്ച് ആ ഒരു ഭാഗത്തിൽ കൂടെ മഹാനായ ഒരു പണ്ഡിതനും മറുഭാഗത്തിൽ കൂടെ ആ പണ്ഡിതന്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ദഅവത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണാധികാരിയും അമീറും വലിയുല്ലംറും അവർ തമ്മിൽ പറഞ്ഞത് ഈ പറയുന്ന വാക്കുകളാണ്. അദ്ദമുദ്ദം വൽ ഹദ്മുൽ ഹദ്ം, ചോരക്ക് ചോര, പൊളിക്കലിന് പൊളിക്കൽ, ഇങ്ങോട്ടുള്ളതുപോലെ അങ്ങോട്ട് ഈ ഒരു ബന്ധം ഉണ്ടാവും. എനിക്കവിടെ വിജയം സുരക്ഷയും കിട്ടി എന്ന് കരുതി നിങ്ങൾ ഒഴിവാക്കി പോകൂല. അന മിൻകും വ അൻതും മിന്നി, നിങ്ങൾ എന്നിൽ പെട്ടവരാണ്, ഞാൻ നിങ്ങളിൽ പെട്ടവനുമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്തൊക്കെ ഈ പറയുന്ന വാക്കുകൾ വീണ്ടും അവിടെ ആവർത്തിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അൻസാരികളുമായിട്ടുള്ള ഈ ഒരു ബന്ധം ഹുനൈൻ യുദ്ധത്തിലേറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഗനീമത്ത് മുതലിന് അവർക്ക് കൊടുക്കാതെ ഇസ്ലാമിലേക്ക് വന്ന മക്കക്കാരായ പുതിയ പുതിയ പ്രമുഖരായ ആളുകൾക്ക് അവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കൊടുത്ത് ചെറിയ പരാതിയും പരിഭവം വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ പരാതി എത്തിയപ്പോൾ അൻസാരികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞത്, ആളുകളൊക്കെ ആടുകളെയും ഒട്ടകങ്ങളെയും കൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ദുന്യവിയായ സമ്പത്തിനിലേറെ നിങ്ങൾക്കത് ഇഷ്ടമില്ലേ? ആളുകളൊക്കെ ഒരു വഴിയിൽ സഞ്ചരിച്ചാൽ ഞാൻ അൻസാരികളുടെ വഴിയിൽ സഞ്ചരിക്കും. ഹിജ്റ എന്ന് പറയുന്ന ആ ഒരു ഇബാദത്ത് എൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളിൽപ്പെട്ടൊരു വ്യക്തിയാണ്.
ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ആ അൻസാരികളായ ആളുകൾ, പ്രായം ചെന്നവരും യുവാക്കളും കുട്ടികളും മുഖം പൊത്തി ഒരുപാട് സമയം സങ്കടം കൊണ്ട് കരയുകയും ഞങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും തൃപ്തിപ്പെട്ടു എന്നവരോട് പറയുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഞങ്ങൾ തൃപ്തിപ്പെട്ടു, ഞങ്ങൾക്കത് മതി, ആടും വേണ്ട, ഒട്ടകം വേണ്ട, സമ്പത്തും വേണ്ട, പൊന്നും വേണ്ട, വെള്ളിയും വേണ്ട എന്ന് പറഞ്ഞു. ഉഹാരിബു മൻ ഹാറബത്തും ഉസാലിമു മൻ സാലംത്തും, നിങ്ങൾ ആരോട് യുദ്ധം ചെയ്തോ അവരോട് ഞാൻ യുദ്ധം ചെയ്യും. നിങ്ങൾ ആരോട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടോ, സമാധാന കരാറിൽ ഏർപ്പെട്ടോ, ഞാൻ നിങ്ങളോട് കരാറിൽ ഏർപ്പെടും. കാലം പൊട്ടിച്ച് എൻ്റെ കാലം പൊട്ടിച്ച് ശരിക്കിരുന്നാണ് നിങ്ങൾ ചെറിയ ചെറുക്കന്മാർ വയസ്സന്മാരാകാത്ത പെട്ടെന്ന് ശരിക്കിരിക്കും. ഇത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു. അവരത് പറഞ്ഞ സമയത്ത് അപ്പോൾ അടുത്തിട്ട് കാര്യങ്ങളൊക്കെ നീങ്ങി. അങ്ങനെ ബഅദ അൻ തമ്മത്തിൽ മുഹാദസതു, ഈ സംഭാഷണങ്ങളൊക്കെ പൂർത്തിയായി. ആ പറയുന്ന കരാറിലുള്ള ഉപാധികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കി. വഅജ്മഉ അല ശുറൂഇ ഫി അഖദിഹാ, ആ കരാർ ആരംഭിക്കാൻ വേണ്ടി അവർ ഏക തീരുമാനമെടുത്തപ്പോൾ വീണ്ടും ഖാമ റജുലാനി മിനർ റഈലിൽ അവ്വൽ മിമ്മൻ അസ്ലമു ഫി മവാസിമ സനത്തെ 11 12 മിനൻ നുബുവ, കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം ഏറ്റവും ആദ്യം പ്രവാചകനെ കണ്ട ആ തലമുറകളിൽപ്പെട്ട 2 ആളുകൾ വീണ്ടും അവിടെ എണീറ്റ് നിന്നു. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണിത്, വലിയ ഒരു വിഷയമാണിത്, സംഭവമാണിത്. അപ്പോൾ അതൊരൊറ്റ എടുത്തുചാട്ടത്തോടു കൂടെ മുന്നും പിന്നും ചിന്തിക്കാതെ ചെയ്ത് അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തത് കൊണ്ട് കൃത്യമായി വ്യക്തമായി പൂർണ്ണമായ സംശയ ദൂരീകരണത്തോടു കൂടെ ആ കരാറിൽ ഏർപ്പെടാൻ പോകുകയാണ് അവർ. ഖാമ അഹദുഹുമാ തിൽവൽ ആഖിർ, ഒരാൾ ആദ്യം നിന്നു, മറ്റൊരാൾ അതിൻ്റെ പിന്നിൽ നിന്നു. ലിയുഅക്കിദാലിൽ ഖൗം, ആ ജനങ്ങൾക്ക് ഒന്നുകൂടി അരക്കെട്ടുറപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ. ഖുതൂറത്തുൽ മസ്ഊലിയ, ഉത്തരവാദിത്വത്തിൻ്റെ അപകടം. നിങ്ങൾ ഏറ്റെടുക്കുന്ന നിസ്സാര കാര്യമില്ല, ഒരു ഭാരിച്ചെടുത്ത അന്ന് ലോകത്തറിയപ്പെടുന്ന ഓരോ സ്ഥലത്തുള്ള ആളുകൾ ഈ പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ദഅവത്തിനോട് എതിരാണ്. ആ ഒരു വിഷയം അവരൊക്കെ ശ്രദ്ധിക്കാതെ, അവരൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അവരൊന്നും വില വെക്കാതെ ഈ അൻസാരികളായി ഇവർ ഏറ്റെടുക്കുകയാണ്. നിസ്സാര കാര്യമില്ലത്. വ്യക്തമായ കാഴ്ചപ്പാടിലായിരിക്കണം ഇവിടെ ബൈഅത്ത് നടക്കേണ്ടത്. ഈ ജനങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവിടെ അവർ എന്ത് തന്നെ അപകടങ്ങൾ വരികയാണെങ്കിലും അതിലൊക്കെ നേരിടാൻ ഇവർ തയ്യാറാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ഏറ്റവും ആദ്യത്തെ 11ാമത്തെ വർഷം 12ാമത്തെ വർഷം പ്രവാചകനെ കണ്ട് ദീന് സ്വീകരിച്ച അവർ ആ സദസ്സിൽ എണീറ്റ് നിന്നു എന്നുള്ളത്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ലമ്മജ്തമഉ ബൈഅത്തിന് വേണ്ടി അവർ എണീറ്റ് നിന്നപ്പോൾ അബ്ബാസ് ഇബ്നു ഉബാദത്ത് ഇബ്നു നളല, ആ പറയുന്ന സഹാബിയ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, ഹൽ തദ്റൂന അലാ മാ തുബായിഉന ഹാദർ റജുൽ, എന്ത് വിഷയത്തിലാണ് ഇദ്ദേഹത്തിനോട് നിങ്ങൾ കരാർ ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയോ? അവർ ചോദിച്ചു, അതേ, ഞങ്ങൾക്ക് വ്യക്തമായി അറിയും, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കാല അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ചു കൊടുത്തു, ഇന്നക്കും തുബായിഉനഹു, ഇദ്ദേഹത്തിനോട് നിങ്ങൾ കരാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലാ ഹർബിൽ അഹ്മരി വൽ അസ്വദി മിനന്നാസ്, മനുഷ്യരെ കൂട്ടത്തിൽ കറുത്തോരോടും ചുവന്നോരോടും മുഴുവൻ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിനോട് നിങ്ങൾ ഈ കരാർ ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയാൽ ഈ ഭൂമിയിലുള്ള കറുത്ത വർഗ്ഗക്കാരും ചുവന്ന വർഗ്ഗക്കാരും വെള്ള വർഗ്ഗക്കാരും മുഴുവനും നിങ്ങൾക്ക് എതിരാകും. അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും. ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അത് നിങ്ങൾ കൊണ്ട് സഹിക്കാൻ കഴിയുമോ എന്നാ ചോദ്യം. ഫഇൻ കുൻതും തറൗന അന്നക്കും ഇദാ നുഹിക്കത്ത് അംവാലുക്കും ഇദാ നഹക്കത്ത് അംവാലുക്കും മുസീബ, നിങ്ങളുടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് നിങ്ങളുടെ സമ്പത്തുകളെ മുഴുവനും ഈ പറയുന്ന യുദ്ധങ്ങൾ നശിപ്പിച്ചാൽ, അഷ്റാഫക്കും ഖത്ലൻ, നിങ്ങളിൽപ്പെട്ട പ്രമുഖരൊക്കെ യുദ്ധത്തിന് പങ്കെടുത്തുകൊണ്ട് കൊലയാൽ അവരൊക്കെ കൊല്ലപ്പെട്ടാൽ, അസ്ലം തുമുഹു, ഈ പ്രവാചകനെ പിന്നെ നിങ്ങൾ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? യുദ്ധം ഉണ്ടാകുന്ന ഉറപ്പാണ്. ഭൂമിയുള്ള കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ യുദ്ധം വന്നാൽ നിങ്ങളുടെ സമ്പത്തൊക്കെ തകർക്കപ്പെടും, നശിപ്പിക്കപ്പെടും. നിങ്ങളിൽപ്പെട്ട പ്രമുഖരായ ആളുകളൊക്കെ യുദ്ധത്തിന് പോയിട്ട് കൊല്ലപ്പെടുകയും ചെയ്യും. പിന്നെ ഈ പ്രവാചകനെ നിങ്ങൾ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? നമ്മൾ കൊണ്ട് കഴിയൂല, ഇത്ര വലിയ ഭാരിച്ച ഉത്തരവാദിത്വം താൻ കഴിയൂല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇദ്ദേഹത്തിന് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ ഫമിനൽ ആൻ, ഇപ്പം തന്നെ നിങ്ങൾ ഇദ്ദേഹത്തിന് ഒഴിവാക്കിക്കളി. അങ്ങനെ എങ്ങാനും നിങ്ങളടുത്ത് വന്നാൽ ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്കുള്ള അവഹേളനമായിരിക്കും, പരാജയമായിരിക്കും, അധപ്പതനമായിരിക്കും. ഇനി വഇൻകുന്തും തറൗന അന്നക്കും വാഫൂന ലഹു ബിമാ വഅത്തുമുഹു, നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കാൻ നിങ്ങളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ കൊല്ലപ്പെടും എന്നുള്ളതൊക്കെ ഉറപ്പിച്ച് എന്തിനും തയ്യാറായിട്ട് ഈ പ്രവാചകനെ നിങ്ങൾ സ്വീകരിക്കാനും കൊണ്ടുപോകാനും നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഫഹുവ വല്ലാഹി ഖൈറുദ്ദുനിയാ വൽ ആഖിറ, അത് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് ഖൈറാണ്.
എന്താ വേണ്ടി എന്നുള്ളത് ഇപ്പം തീരുമാനമെടുത്തോളി. അറിയാതെ മുന്നും പിന്നും ചിന്തിക്കാതെ കാര്യത്തിൽ വ്യക്തതയില്ലാതെ നമ്മൾ എടുത്തു ചാടി എന്നൊരിക്കലും ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ കാലു. അപ്പം അവർ പറഞ്ഞു ഫഇന്നാന ഉഖുദുഹു അലാ മുസീബത്തിൽ അംവാലി വഖത്തിൽ അഷ്റാഫ്, നമ്മുടെ സമ്പത്ത് നശിച്ചു പോയാലും നമ്മുടെ പ്രമുഖരായ ആളുകൾ കൊല്ലപ്പെട്ടാലും ഇദ്ദേഹത്തിനെ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും, നമുക്ക് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുക തന്നെ ചെയ്യും, നമ്മളാൽ കഴിയുന്നത് ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഫമാലനാ ബിദാലിക യാ റസൂലല്ലാ ഇന്നഹനു വഫൈനാ ബിദാലിക്, ഈ പറയുന്നത് ഞങ്ങൾ ഭാഗത്തത് പൂർത്തിയാക്കിയാൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക, എന്ത് കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. സുബ്ഹാനല്ലാഹ്. പരലോകത്തിലുള്ള ആ വിശ്വാസം അതൊരു മനുഷ്യന് കൃത്യമായി അത് ബോധ്യപ്പെട്ട് അവൻ്റെ മനസ്സിൽ അത് തട്ടിയാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ മറ്റൊരാളെ കാണിക്കാതെ കാണാതെ ദുന്യവിയായ നേട്ടങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിലും കൃത്യമായി മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഇവിടെ ഒരു സ്ഥാനമാനങ്ങൾ ദുന്യവിയായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാഗ്ദാനം ചെയ്തില്ല എന്നുള്ളതാണ്. മരണത്തിന് ശേഷം സ്വർഗം കിട്ടുന്നു. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത അള്ളാഹു എടുത്തു പറഞ്ഞത് ഗൈബിൽ വിശ്വസിക്കുന്നവർ എന്നുള്ളതാണ്. ആ മഹത്തായ പ്രതിഫലം അവിടെ കിട്ടും. അതിനുവേണ്ടി ഇവിടെ പണിയെടുക്കണം, ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്താലി എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോൾ കാലു, അവർ പറഞ്ഞു ഉബ്സുത്ത് യദക, കൈ നീട്ടിത്തരി പ്രവാചകരെ എന്ന് പറഞ്ഞു. ഫബസത യദഹു ഫബായഉ, പ്രവാചകൻ കൈ നീട്ടിക്കൊടുത്തു. ആ കൈ പിടിച്ച് അവർ ബൈഅത്ത് ചെയ്തു. ആ പ്രവാചകന്റെ ആദരണീയമായ കരം പിടിച്ച് അവർ ബൈഅത്ത് ചെയ്തു, കരാറിൽ ഏർപ്പെട്ടു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു റിവായത്തിൽ അദ്ദേഹം പറയാണ് ഫഖുംനാ നുബായിഉഹു, പ്രവാചകനോട് ബൈഅത്ത് ചെയ്തുകൊണ്ട് 73 ആളുകളുണ്ടല്ലോ, ഞങ്ങൾ എണീറ്റ് നിന്നു. നഅഖുദു ബിയദിഹി ഫഅഖദ ബിയദിഹി അസ്അദ് ഇബ്നു സുറാറ, ആ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു സഹാബിയ. വഹുവ അസ്ഗറുൽ അസ്സബൈൻ, ആ 70-ൽ പ്രായം കുറവാണ് അദ്ദേഹത്തിന്. പക്ഷെ ചില പ്രായം കുറവാണെങ്കിലും തൻ്റെ അടും കാര്യബോധമൊക്കെയുള്ള കൂട്ടത്തിലായിരുന്നു. അദ്ദേഹം പ്രവാചകന്റെ കൈക്കടി പിടിച്ചു. എന്നിട്ട് ഫഖാല റുവൈദൻ യാ അഹ്ല യസ്രിബ്, നിൽക്കി, ആവേശം കൊള്ളല്ലേ, എടുത്തു ചാടല്ലേ എന്ന് പറഞ്ഞു മദീനക്കാരോട്. ഇന്നാലം നദ്രിബ് ഇലൈഹി അക്ബാദൽ ഇബിൽ, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒട്ടകങ്ങളുടെ കരളുകളെ അടിച്ച് വേദനിപ്പിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്തു വന്നിട്ടില്ല. ഇല്ലാ വനഹ്നു നഅലമു അന്നഹു റസൂലുള്ളാഹ്, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെ വന്നിക്കണം. ഇദ്ദേഹത്തിനെ കാണണം, സംസാരിക്കണം, ഇദ്ദേഹത്തിനെ മദീനയിൽ കൊണ്ടുപോകണതൊക്കെ അറിഞ്ഞത് ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും കാര്യത്തിൻ്റെ ഗൗരവം വീണ്ടും അദ്ദേഹം ഉണർത്തുകയാണ് തൻ്റെ കൂടെയുള്ള സഹോദരങ്ങളോട്. ചില ആളുകളുണ്ട് ആ ആദർശം കുറച്ചുകൂടി മനസ്സിലാമിന് ആവേശം കൊണ്ടിട്ട് വാപ്പാനും വെറുപ്പിച്ചും ഉമ്മാനും വെറുപ്പിച്ചും കുടുംബക്കാരും വെറുപ്പിച്ചും അത് എടുത്തുചാട്ടുണ്ടാവും ആദർശത്തിൻ്റെ പേരിൽ. ഒരിക്കലും ഇതുണ്ടാവരുത്. ഈ സഹാബികളുടെ ഈ പ്രവർത്തനങ്ങളിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി. ചില ആളുകൾ ഹിജറൻ്റെ കാര്യത്തിൽ ഹിജറ പോവുക, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹിജറ പോയാൽ മതി, തവക്കുലാക്കിയാൽ മതി. മുഹമ്മദ് നബി ഹിജറ പോകുന്ന സമയത്തുണ്ടായ ചർച്ചകളും കരാറുകളാണിത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്ന ഭൂമി വിശാലമാണെന്നുള്ളത് ശരിയാണ്. ആ ഭൂമി വിശാലമാണ്, ഈ വ്യക്തി തൗഹീദും സുന്നത്തിൻ്റെ ആളാണ് എന്നുണ്ടെങ്കിൽ അതും ശരിയാണ്. പക്ഷേ എന്നാലും നാട്ടിലൊക്കെ ചില നിയമങ്ങളും സംവിധാനങ്ങളും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയടിക്ക് ആവേശം കൊണ്ട് താനും തൻ്റെ കുടുംബങ്ങളും തൻ്റെ തെറ്റായ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ട് കൂടെയുള്ള ആളുകളെയൊക്കെ അപകടപ്പെടുത്താൻ നിൽക്കരുത്. വ്യക്തമായ ലക്ഷ്യബോധത്തോടെ കാഴ്ചപ്പാടോട് കൂടെ പോകണം. ഞാൻ ജിദ്ദയിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സഹോദരൻ പറഞ്ഞ് എന്നെ തെരുപ്പിക്കയറ്റി, എന്നെ പോലത്തെ പല ആളുകളെ ഹിജറ പോകണം. അങ്ങനെ ഇവൻ പറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ഇതുപോലത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഫضل കൊണ്ട് നമ്മളൊക്കെ മുമ്പ് കേട്ടും പഠിച്ചൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഇവൻ്റെ ഒരു വാക്ക് മാത്രം, മലയാളിയായൊരു സഹോദരൻ, അവൻ ഈ സലഫിയത്തിലേക്ക് വന്ന് അതിലാവേശം കൊണ്ടിട്ട് ഹിജറ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്താണെങ്കിലും ഒരു പണ്ഡിതനോട്, കുറച്ചുകൂടി പക്വതയുള്ള ഒരു പണ്ഡിതനോട്, ആ പറഞ്ഞ വ്യക്തി അന്നിനോട് ദിമ്മാജിലേക്ക്, യമനിലുള്ള ദിമ്മാജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഹിജറ പോകാൻ വേണ്ടിയാ പറഞ്ഞു. ദിമ്മാജിൽ അന്ന് ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വഫാത്താകാൻ മരണപ്പെടാൻ അടുത്ത സമയത്താണ്. ആ മർക്കസിൽ ആ ഷെയ്ഖിൻ്റെ ശേഷം വരുന്ന ആളുകൾ ഇന്ന് ഹജൂരിയൻ തീവ്രവാദ നിലപാടുള്ള അവർക്ക് നേതൃത്വം കൊടുക്കുന്നവരും മറ്റുള്ള മശായിഖന്മാരും തമ്മിൽ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉള്ള സമയം. അന്ന് ഹിജറ പോകാൻ വേണ്ടി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കുടുംബമാണെങ്കിൽ ഇവിടെ നാട്ടിലാണ്, നമുക്ക് അവരാണെങ്കിൽ തൗഹീദും സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനം, സാഹചര്യങ്ങൾ, കുട്ടികൾ അറബി പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം, ഇവിടുത്തെ സംവിധാനങ്ങൾ നമുക്കതിന് അനുയോജ്യമല്ല താൻ. അങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, പിന്നെ അവൻ പല സമയത്തും ഇത് പറഞ്ഞപ്പോൾ, നിങ്ങൾ എനിക്ക് പ്രത്യേകമായൊരു ഉപദേശം തരില്ലേ, ഞാൻ അറിവുള്ള പണ്ഡിതന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം, എനിക്കതിന് പറ്റുന്ന സലഫിയായ ഒരു ഷെയ്ഖിനെ, ഒരു പണ്ഡിതനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരിക. അങ്ങനെ എനിക്ക് 1-2 ആളുകളെ പരിചയപ്പെടുത്തി തന്നു. ഒരാൾക്ക് ഞാൻ വിളിച്ചു,
അദ്ദേഹം വിളിച്ച സമയത്ത് എന്താണ് ആവശ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ദീനിലും ദുന്യാവിലും ചില കാര്യങ്ങൾ നസീഹത്ത് ചോദിക്കാനാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് കുറച്ച് ഉത്തരവാദിത്തം തിരക്കുകൾ ഉണ്ട്, സമയം കുറവാണ് എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാത്ത വിഷമം സങ്കടവും വന്നു. പ്രധാനപ്പെട്ടൊരു കാര്യം ചോദിക്കാൻ നേരത്തെ ഒരാൾ തുടക്കത്തിൽ ഇങ്ങനെ മറുപടി പറഞ്ഞു. അങ്ങനെ ഞാൻ നിരാശപ്പെടാൻ പാടില്ലല്ലോ, അള്ളാഹു അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞു. രണ്ടാമത് ഒരു പണ്ഡിതൻ, അദ്ദേഹം യമനിയായിരുന്നു, ഷെയ്ഖ് ഉസൈമീൻ്റെയൊക്കെ ശിഷ്യനായിരുന്നു. സൗദി അറേബ്യയിൽ ഇമാമത്തും ദാവത്തും ഖുതുബയായിട്ട് അന്ന് പോവുകയാണ് യമനികൾ, അവർക്ക് അന്ന് അനുവാദമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൽ വിളിച്ച സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളെ വിഷയം, ആരാണ്, എന്താണ്? ഞാൻ അദ്ദേഹം പറഞ്ഞു, ഇനി വ്യക്തിയാണ്, എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ആവശ്യം? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ദീനിലും ദുന്യാവിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് നസീഹത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പള്ളി നിങ്ങൾക്കറിയോ? എനിക്ക് അറിയാം, പള്ളി അറിയുമെന്ന് പറഞ്ഞു. ജുമാക്ക് ചില സമയത്തൊക്കെ അവിടെ പോയിരുന്നു. സലഫിയത്ത് ഞാൻ മനസ്സിലാക്കിയ ഉടനെ അദ്ദേഹം പറഞ്ഞു, അവിടെ നിങ്ങൾ വന്നോളി, സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മഗ്‌രിബിന് ശേഷം അവിടെ വന്നാൽ കാണാമെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ദീൻ ആദ്യം മനസ്സിലാകുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ആവേശം ഉണ്ടാകും. നാട്ടിലുള്ള കുടുംബങ്ങളൊക്കെ നേരിടുന്ന പ്രയാസങ്ങൾ അത് നമുക്കുണ്ടാകും മനസ്സിൽ. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ സങ്കടം വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെയും സഹോദരങ്ങൾ പറയുന്നുണ്ട്, ഇവിടെ ആണെങ്കിൽ സൗദിയിൽ ചെറിയ ജോലിയും സാഹചര്യങ്ങളും നമുക്ക് വേണ്ടതുപോലെ അനുകൂലമല്ല, താനും കുടുംബത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. നാട്ടിലാണെങ്കിൽ ഭൗതികമായി വിദ്യാഭ്യാസം, സ്ഥാപനം, ശിർക്കും കുഫറും വൃത്തികേടുകളും. അതുകൊണ്ട് ഞാൻ ദിമ്മാജിലേക്ക് ഹിജ്റ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്താണ് നിങ്ങൾ എനിക്ക് തരുന്ന നസീഹത്ത്? എന്നോട് അദ്ദേഹം ഏറ്റവും ആദ്യം പറഞ്ഞ ദിമ്മാജ് ഫഖർ എന്നാണ്. ദാരിദ്ര്യം കൊണ്ട് കൊടുമ്പിരി കൊള്ളാണ് അവിടെ ദാരിദ്ര്യമാണ് അവിടെ. സൗദിയിൽ നിന്നിട്ട് അപ്പം എന്തിനാണ് ദിമ്മാജിലേക്ക് പോകുന്നത്? അവിടെ പറഞ്ഞ ഇൽമു പഠി. അപ്പം ഇൽമും അത് ഇവിടെ അല്ലേ ഉള്ളത്, ഇവിടെ നിന്ന് സൗദിയിൽ നിന്നല്ലേ പിന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകുന്നത്. ഇവിടെ കോഴിക്കോട് കുറ്റിച്ചേറുള്ള ഒരു സഹോദരൻ അന്ന്, അതെൻ്റെ ഒരു അനുഭവമാണ്. ഏതാണെങ്കിലും ആ പണ്ഡിതൻ എന്നോട് പറഞ്ഞ, സൗദിയിലാണ് ഖൈറുണ്ട്, ബറക്കാത്തുണ്ട്, ദീനുണ്ട്, ദുന്യാവുണ്ട്. അപ്പോൾ അതിലുള്ള വഴികളും സംവിധാനങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് ഫറജുനും മഖ്റജുനും. ഇവിടെ ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ, റിക്കോർഡുകളിൽ കൂടി ഇത് കേൾക്കുന്ന സഹോദരങ്ങൾ സലഫിയത്തും ദീനും തൗഹീദും മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും നിലക്ക് പ്രയാസങ്ങളോ ഇടുക്കങ്ങളോ തനിക്കും തൻ്റെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് പോകാനുള്ള സാഹചര്യങ്ങൾക്കുള്ള അതിനുള്ള പരിമിതികളോ പ്രയാസങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് മുന്നിടുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായ, ഏറ്റവും അഭികാമ്യമായ മാർഗം. അതാണ്. അള്ളാഹു വഴികൾ എളുപ്പമാക്കി തരും. നിങ്ങളുടെ മനസ്സിലും സിദ്ഖ് അള്ളാഹു തആല ബോധ്യപ്പെട്ടാൽ അവൻ സഹായിക്കും എന്നുള്ളതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു. ആ സദസ്സിൽ വെച്ച് തന്നെ സാഹചര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റങ്ങൾ, തിരുത്തലുകൾ വരുത്തി. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തന്നു. വേറൊരു സഹോദരൻ, കുറ്റിച്ചെറുള്ള സഹോദരൻ, വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻ്റായിട്ട്, സാലറി ഉണ്ട്, ഫാമിലി ഉണ്ട്, സ്റ്റാറ്റസ് ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇൽമു പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് അവനോട് ആരേ പറഞ്ഞു, നാട്ടിൽ പോയിട്ട് ഖുർആൻ ഹിഫ്ള്, ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആളുകൾ അവൻ്റെ നസീഹത്ത് കൊടുത്തു. ഇവിടുത്തെ ഞാൻ പറഞ്ഞ, പൊന്ന സഹോദര, ദീൻ ഇവിടെ ഇല്ലേ? ഇവിടുന്ന് നാട്ടിൽ പോയിട്ട് ദീന് പഠിക്കാൻ നിങ്ങൾ പോയി ജോലിയും കാര്യമൊക്കെ ഒഴിവാക്കിയിട്ട്. ആ സഹോദരൻ ഈ നസീഹത്ത് ഉപദേശം കേട്ട് പിന്നീട് അവിടെ നിന്ന് നമ്മുടെ അടുത്ത് ഒരുപാട് കൂടെയൊക്കെ വന്നിരുന്നു. പണ്ഡിതന്മാരടുത്ത് പോയി വളരെ ഭംഗിയായി ഇന്നും അവിടെ നിന്ന് പോകുന്നവനും അവൻ്റെ കുടുംബമായിട്ട്. ഈ അപകടത്തിൻ്റെ ഉപദേശകന്മാരുടെ ഉപദേശം കേട്ട് ആവേശം കൊണ്ട് അവനെങ്ങാനും നാട്ടിലേക്ക് കുടുംബത്തിനും കൂട്ടി ഇവിടെ വന്നു എന്നുണ്ടെങ്കിൽ വിസ നഷ്ടപ്പെട്ടു, കുടുംബത്തിൻ്റെ പഠനം നഷ്ടപ്പെട്ടു, അവൻ്റെത് നഷ്ടപ്പെട്ടു. ജമാഅത്ത് ഇസ്ലാമിക്കാരോട് ദീൻ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഇതേപോലെ അപകടത്തിൽപ്പെടുത്താൻ നിൽക്കരുത്, സ്വയം അപകടത്തിൽപ്പെടുകയും ചെയ്യരുതേ എന്നാണ് എനിക്കുള്ള നസീഹത്ത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. സഅദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു അവരിൽ വെച്ച് കുറച്ച് പ്രായം കുറവുള്ള ആളാണ്. അദ്ദേഹം തൻ്റെ സഹോദരങ്ങൾ ഒരപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യല്ലേ, ഒന്ന് ആശ്വാസം കൊള്ളി, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒന്ന് കാത്തു നിൽക്കി മദീനക്കാരെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഒട്ടകങ്ങളുടെ കരളുകളെ അടിച്ച് വേദനിപ്പിച്ച് ഈ പറയുന്ന മരുപ്രദേശങ്ങളിൽ കൂടെ ഇത്ര ദൂരം യാത്ര ചെയ്ത് നമ്മൾ വന്നത് ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ്. നമ്മളതിൽ തെറ്റുപറ്റിയിട്ടൊന്നുമില്ല. വഅന്ന ഇഖ്റാജഹുൽ യൗം, എന്നാൽ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലാണ്, നമ്മൾ നല്ല ഒരാളെടുത്താണ് എത്തിയിട്ടുള്ളത്. പക്ഷേ വഅന്ന ഇഖ്റാജഹുൽ യൗമ മുഫാറഖത്തുൽ അറബി കാഫ, മുമ്പുള്ള സഹാബി പറഞ്ഞതുപോലെ മറ്റൊരു രൂപത്തിൽ ഇന്ന് ഇദ്ദേഹത്തിന് നമ്മൾ ഈ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എല്ലാ അറബി ഗോത്രങ്ങളോടും നമ്മൾ വേർപിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ്. അവർ മുഴുവൻ നമ്മൾ ഒറ്റപ്പെടുത്തും. നമ്മൾ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുള്ളൂ, വേറൊരു മുഴുവനും നമുക്കെതിരാകും. അതിൻ്റെ പുറമെ വഖത്തുൽ ഖിയാരിക്കും, നിങ്ങളിൽപ്പെട്ട പ്രമുഖരായ ആളുകളെ കൊല്ലപ്പെടാന്നുള്ളതുണ്ടാകും, യുദ്ധം നടക്കുന്നുള്ളതാണ് പറയും. വഅൻ തഉല്ലകുമുസ് സുയൂഫ്, വാളുകൾ നിങ്ങളെ വെട്ടുകയും കുത്തുകയും കടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫഇമ്മാ അൻതും തസ്ബിറൂന അലാ ദാലിക ഫഖുദു, അതിലൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയിക്കോളി, സ്വീകരിച്ചോളി, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിന്ന് അപാരമായ പ്രതിഫലം കൂലി ലഭിക്കും.
ഇനി ഇമ്മാ അൻതും തഖാഫൂന മിൻ അൻഫുസികും ഖൈഫതൻ, അതെല്ലാം നിങ്ങൾ കൊണ്ട് കഴിയൂല എന്നുണ്ടെങ്കിൽ, താങ്ങാൻ കഴിയൂല, ഇത്ര വലിയ ഉപദ്രവങ്ങൾ ലോകത്തുള്ളവർ മുഴുവൻ നിങ്ങൾക്ക് എതിരാകും, വലിയ ആക്രമണങ്ങൾ ഉണ്ടാകും, നിങ്ങളിൽപ്പെട്ട പ്രമുഖരൊക്കെ കൊല്ലപ്പെടും, അത് പേടിച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ട് കഴിയൂല, ഇത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്, നിങ്ങൾ റസൂലുള്ളാഹി എന്നുള്ള നമുക്ക് ഉറപ്പാണ്, സത്യമാണ്, പക്ഷെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അത് ഏറ്റെടുക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ഫദറൂ, അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കിക്കളി, കൊണ്ടുപോകണ്ട. ഫഹുവ അഅ്ദറു ലക്കും ഇൻദല്ലാഹ്, നമുക്ക് കഴിയാത്ത ഇബാദത്ത് നമ്മൾ ചെയ്യണ്ട, കണ്ട, കഴിയാത്ത ഇബാദത്ത് ചെയ്യണ്ട, കഴിയുന്നത് ചെയ്താൽ മതി. ഫത്തഖുല്ലാഹ മസ്തതഅതും, താങ്ങാൻ കഴിയാത്ത ഏറ്റെടുക്കണ്ട, എന്നിട്ട് അപകടത്തിൽ ചെന്ന് ചാടണ്ട. അള്ളാഹുവിനോട് ഫറജും മഖ്റജും ആശ്വാസവും പരിഹാരവും അള്ളാഹുവിനോട് രക്ഷയും സുരക്ഷയും തേടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ സിദ്ഖും ഇഖ്ലാസും അത് മനസ്സിലാകുമ്പോൾ അള്ളാഹു നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേറെ നമുക്ക് നൽകും. അവൻ്റെ മുഅ്മിനീങ്ങളായ അടിമകളെ സഹായിക്കും. തൗഹീദും സുന്നത്തൊക്കെ മനസ്സിലാക്കി നിസ്സഹായതയിൽ ജീവിക്കുമ്പോൾ അവന് സഹായിക്കാനും സംരക്ഷണം നൽകാനും സ്വാഭാവികമായിട്ടും ഈ സഹാബികളൊക്കെ പറഞ്ഞതുപോലെ ലോകത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല. ശത്രുക്കൾ തന്നെ ആയിരിക്കും, എതിർപക്ഷത്ത് തന്നെ ആയിരിക്കും, പ്രയാസങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ ക്ഷമിച്ച് അള്ളാഹുവിനോട് സഹായത്തോടെ മുന്നേറുകയാണെങ്കിൽ അള്ളാഹു സഹായിക്കും. ഇനി കയ്യാത്തൊരു ഇബാദത്ത് എന്നുള്ള നിലക്ക് ഒരാൾ എന്നാൽ താങ്ങൂല, കഴിയൂല, അതിൻ്റെ പിന്നിലുള്ള ഭവിഷ്യത്തുകൾ എന്നുകിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി എളുപ്പമാക്കി തന്ന് അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം സഹായം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ പൂർത്തീകരിച്ച് തരിക ചെയ്യും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കത് ഉദറായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ പറയുന്ന വാക്കുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നപ്പോൾ ജാബിർ റളിയല്ലാഹു പറയാണ്, ബഅദ അൻ ഹക്കാ അസ്അദ് ബിൻ സുറാറയുടെ ഈ വാക്കുകൾ വന്നപ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ അസ്അദു അമിത് അന്നാ യദക്, അസ്അദ് നിന്റെ കയ്യൊന്ന് ഒഴിവാക്കിക്ക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ പിടിച്ചു വെച്ചേക്കാണ്, ബൽക്കാർക്കും ബയ്യത്ത് ചെയ്യാനയക്കാതെ, നിങ്ങളുടെ കയ്യൊന്ന് ഒഴിവാക്കിക്കാണി എന്ന്. ഫവല്ലാഹി ലാ നദറു ഹാദിഹിൽ ബൈഅത വലാ നസ്തഖീലുഹാ, ഈ ഒരു കരാർ ഞങ്ങൾ ഒഴിവാക്കാനേ പോണില്ല, ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല, ഇനി ഇതിൽ തടസ്സമായിട്ട് നിങ്ങൾ ആരും വരണ്ട, ഒരു ഉപദേശവും വേണ്ട എന്ന്. അതിന് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോകാനും സഹായിക്കാനും സംരക്ഷിക്കാനും കൂടെ നിൽക്കാനും അവർ തയ്യാറായിരുന്നു. അതിന് മാത്രമുള്ള ഹിർസോടുകൂടെ താല്പര്യത്തോടു കൂടിയായിരുന്നു അവർ. അങ്ങനെ വഹീന ഇതിൻ, അപ്പോൾ അറഫ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി മദസ്തിഅദാദിൽ ഖൗമി ലിത്തദ്ഹിയത്തി ഫീ ഹാദ സബീൽ, അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ച് കൊണ്ടുപോയി സംരക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ഈ ജനങ്ങൾക്ക് എത്രമാത്രം ത്യാഗം ചെയ്യാൻ ഇവർ തയ്യാറാണ് എന്നുള്ളവരുടെ മാനസികാവസ്ഥ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ, അത് ഉറപ്പായപ്പോൾ അദ്ദേഹം ഈ പറയുന്ന നിലക്ക് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കൂടെ അവിടെ ദഅവത്ത് നടത്തിയ ആളാണ്. ഇവർ റസൂലിനെ സ്വീകരിക്കാതെക്കാനല്ല, പക്ഷെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ. ഫകാന ഹുവ റഈസുദ്ദീൻ, അവിടെ ആളുകൾക്ക് ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അതിന് മുന്നിൽ നിന്ന ആളാണ് അദ്ദേഹം, ഇത് എതിർക്കുന്ന ആളല്ല. അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞ സമയത്ത് ഫഖുംനാ ഇലൈഹി റജുലൻ, ഓരോ ആളുകൾ പ്രവാചകന്റെ അടുത്തേക്ക് നിന്ന് കൈ കൊടുത്തിട്ട് ഞാൻ തയ്യാറാണ്, നിങ്ങൾ ബൈഅത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഫഅഖദ അലൈനൽ ബൈഅത യുഅതീനാ ബിദാലിക്കൽ ജന്ന, നിങ്ങൾക്കതിന് പ്രതിഫലം അള്ളാഹു സ്വർഗം തരും. ഇത് നിങ്ങൾ പൂർത്തിയാക്കി, ജീവിതത്തിൽ ഈ കരാർ പൂർത്തിയാക്കി നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗം തരും. 73ഓളം വരുന്ന 70 ചില്ലാനം നമ്മൾ പറഞ്ഞു പുരുഷന്മാരുണ്ടായിരുന്നു, 2 സ്ത്രീകളും. ആ 2 സ്ത്രീകൾ സുബ്ഹാനല്ലാഹി ബഹുമാനാദരവുള്ള ഈ സദസ്സിൽ അവിടെ പുരുഷന്മാരെ പോലെ, ഇതാണ് പുരുഷന്മാരോട് സ്ത്രീകൾ തുല്യമായ നന്മയിൽ മുന്നേറി. അതല്ലാതെ ആണുങ്ങൾക്കുള്ളതൊക്കെ ഞങ്ങൾക്കും വേണം എന്ന് പറഞ്ഞ ആവേശം കൊള്ളലല്ല, അതിൽ ആവേശം കൊള്ളാൻ നല്ല കാര്യത്തിൽ ചില സ്ത്രീകൾ ആണുങ്ങളെ കവച്ചു വെക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുണ്ടാകും, സേവനങ്ങളുണ്ടാകും. അതിന് ശ്രമിക്കുക എന്നുള്ളതാണ്, അത് കണ്ട് മനസ്സിലാക്കി അത് നിർവഹിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അവർക്കുള്ളതൊക്കെ ഞങ്ങൾക്ക് എന്നുള്ളതല്ല, നടക്കൂല, നടക്കുന്ന കാര്യമല്ല. വബഅദ ദാലിക ബദഅത്തിൽ ബൈഅത്തുൽ ആമ, ഈ പറയുന്ന 2 സ്ത്രീകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാൽ കൈ കൊടുത്ത് മുസാഫാത്ത് ചെയ്യാതെ, പ്രവാചകന്റെ രീതി അങ്ങനെ അന്യ സ്ത്രീകൾക്ക് കൈ കൊടുക്കുക എന്നുള്ളത് ഇല്ലായിരുന്നു, ചെയ്യലില്ലായിരുന്നു, അത് പറ്റൂല, പാടില്ലാത്ത കാര്യമാണ്. വാക്കാൽ ആ 2 സ്ത്രീകളോടും ബൈഅത്ത് ചെയ്തു. പിന്നീട് ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽപ്പെട്ട 10-12 ആളുകളെ ഒരു പ്രമുഖരായ നഖീബ്, നുഖബാ, അതല്ലെങ്കിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹവാരി എന്നൊക്കെ പറയുന്നത് പോലത്തെ ആളുകളായി തെരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട്, ചരിത്രത്തിലൊക്കെ അത് കാണുന്നുണ്ട്. പക്ഷേ ഹദീസിന്റെ സനദുകൾക്കുള്ള നോക്കുമ്പോൾ അതിന് ബലഹീനത ഉണ്ട് എന്നാണ് മുഹദ്ദിഥീങ്ങളായ ഹദീസിന്റെ പണ്ഡിതന്മാർ പറയുന്നത്.
ഏതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്റജിൽ നിന്ന് 9 ആളുകളും ഔസിൽ നിന്ന് ഒരു 3 ആളുകളെയും ഇങ്ങനെ കുറച്ച് ആളുകളെ 12 ആളുകളെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഒരു വളണ്ടിയേഴ്സിനൊക്കെ പോലത്തെ നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കാര്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ചരിത്രത്തിൻ്റെ കിതാബുകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നുഖബ എന്ന പേരിൽ അറിയപ്പെട്ട അസ്അദ് ബിൻ സുറാറത്ത് ബിൻ അദസ്, സഅദ് ബിൻ റബീഅ ബിൻ അംർ, അബ്ദുല്ലാഹ് ബിൻ റവാഹത്ത് ബിൻ തഅലബ, റാഫിഅ ബിൻ മാലിക് ബിൻ അജ്ലാൻ, ബറാ ബിൻ മഅറൂർ ബിൻ സഖർ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം, ഉബാദത്ത് ബിൻ സാമിത്ത് ബിൻ ഖൈസ്, സഅദ് ബിൻ ഉബാദത്ത് ബിൻ ദുലൈം, അൽ മുൻദിർ ബിൻ അംർ ബിൻ ഖുനൈസ് എന്ന് പറയുന്ന ആളുകൾ ഇവർ ഖസ്റജ് കൂട്ടത്തിൽപ്പെട്ട. ഔസിൽപ്പെട്ട ഉസൈദ് ബിൻ ഹുലൈർ ബിൻ സിമാക്ക്, സഅദ് ബിൻ ഖൈസമത്ത് ബിൻ ഹാരിസ്, റിഫാത്ത് ബിൻ അബ്ദുൽ മുൻദിർ ബിൻ സുബൈർ എന്ന് പറയുന്ന 3 ആളുകളും ഈ പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഇത്രയും ആളുകളെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. വലമ്മ തമ്മ ഇൻതിഖാബു ഹഉലാഇ നുഖബാ, ഈ പറയുന്ന ആളുകളെ തെരഞ്ഞെടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്ന് പ്രത്യേകമായ വേറെ കരാർ കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ ജനങ്ങൾക്കുള്ള ദീനിൻ്റെ കാര്യങ്ങളിൽ നേതൃത്വം കൊടുക്കാനും അത് ശ്രദ്ധിക്കാനും ഈ ദഅവത്ത് അത് വിപുലീകരിക്കാനും അതിനൊക്കെ നിങ്ങൾ തയ്യാറാവണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ പരമ്പരകളൊക്കെ ഉള്ള നോക്കുമ്പോൾ, സനദുകളൊക്കെ ഉള്ള നോക്കുമ്പോൾ അതിൽ ബലഹീനതയുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിശാച് ഒരു വിളംബരം നടത്തിയതും മുശ്രിക്കീങ്ങൾ ഈ സംഭവങ്ങൾ രഹസ്യമായിട്ടാണല്ലോ ഇപ്പോൾ ഈ കരാർ നടന്നത്. പക്ഷെ പിന്നീട് അത് മക്കയിൽ പിശാചിൻ്റെ ഒരു ശബ്ദ കോലാഹലം കാരണം അത് അറിയപ്പെടുകയും അവർ മദീനക്കാരായ ആളുകളെ വിളിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത തുടർന്നുള്ള സദസ്സുകളിൽ വെച്ച് പറയാം. അത് തുടങ്ങിയാൽ പിന്നെ പൂർത്തിയാക്കാൻ സമയം കുറവായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി. സുബ്ഹാനക്കല്ലാഹുമ്മ